അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവചരിത്രം, സീറത്തുൻ നബവിയ്യ, ഒരു വിഷയത്തിന്റെ തുടർച്ചയൊന്നാണ് 23-ാമത്തെ ഒരു ഭാഗത്ത്. ഇപ്പോൾ കഴിഞ്ഞ ഭാഗങ്ങളിൽ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരസ്യപ്രബോധനം ആരംഭിച്ച സന്ദർഭത്തിൽ അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി വ്യത്യസ്ത രീതികൾ ഖുറൈശികൾ അവലംബിച്ചു. അതെല്ലാം പരാജയപ്പെട്ട സന്ദർഭത്തിൽ അവസാനമായിട്ട് അവർ മുസ്ലിങ്ങൾക്കെതിരെ ശക്തമായിട്ടുള്ള പീഡനങ്ങളും മർദ്ദനങ്ങളെല്ലാം അടിച്ചുവിടാൻ ആരംഭിക്കുകയാണ്. അതിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എല്ലാം സഹിക്കേണ്ടി വന്നിട്ടുള്ള ചില മർദ്ദനങ്ങൾ, അതായിരുന്നു കഴിഞ്ഞ ഭാഗത്ത് നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത്. ഇപ്പൊ മക്കയിൽ ഏറ്റവും ഉന്നത തറവാട്, അതായത് ഖുറൈശി ഗോത്രത്തിൽ പിറന്നു വീണ് സംരക്ഷകരായിട്ട് ആളുകൾ ഉണ്ടായിട്ട് പോലും ഇത്രയും ഉന്നത വ്യക്തിത്വങ്ങൾക്കെല്ലാം ആ സത്യം സ്വീകരിച്ചതിന്റെ പേരിൽ ഇതേ രൂപത്തിലുള്ള മർദ്ദനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ, സമൂഹത്തിൽ ഒരാളും സംരക്ഷകനായിട്ടില്ലാത്ത സമൂഹത്തിൽ ഏറ്റവും താഴേക്കിടയിലുള്ള ആളുകൾ, അവരുടെ അവസ്ഥ നമ്മൾ പറയാതിരിക്കുന്നതാകും ഭേദം. അത്രയും കഠിനമായിട്ടുള്ള ക്രൂരതകൾക്കും മർദ്ദനങ്ങൾക്കെല്ലാം അവർ ഇരയാകേണ്ടി വരികയാണ്. പല സന്ദർഭത്തിൽ അവരനുഭവിക്കേണ്ടി വന്ന ആ പീഡനത്തിന്റെ കാഠിന്യം കാരണം ചില സന്ദർഭത്തിൽ നാവ് കൊണ്ട് ആ വിശ്വാസം തള്ളിപ്പറയാൻ പോലും അവർ സന്നദ്ധമാകേണ്ടി വന്നു എന്നുള്ള. അപ്പൊ അതിനെല്ലാം നേതൃത്വം നൽകിയത്, ഇത്തരം ക്രൂരതകൾക്കെല്ലാം ശത്രുക്കൾക്കിടയിൽ നിന്ന് നേതൃത്വം നൽകിയത് അംർ ബിൻ ഹിഷാം അബൂജഹൽ ലഅനഹുള്ള അദ്ദേഹമായിരുന്നു. വ്യത്യസ്ത രൂപത്തിലൂടെയാണ് അദ്ദേഹം ആക്രമിച്ചത്. ഇപ്പോ ഇസ്ലാം സ്വീകരിക്കുന്നത് അവിടെയുള്ള ഏറ്റവും വലിയൊരു പ്രമാണിയാണെങ്കിൽ നാവ് കൊണ്ടായിരുന്നു പ്രധാനമായിട്ട് അദ്ദേഹത്തെ ആക്രമിച്ചത്. അതായത് അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹത്തെ പരസ്യമായിട്ട് പരിഹസിക്കുക, കളിയാക്കുക, സമൂഹത്തിൽ അദ്ദേഹത്തെ പരമാവധി ഇകഴ്ത്തി ചിത്രീകരിക്കാനുള്ള ശ്രമങ്ങൾ. ഇനി ഇസ്ലാം സ്വീകരിക്കുന്നത് അവിടെയുള്ള ഒരു കച്ചവടക്കാരനാണെങ്കിൽ, ഇപ്പൊ നമുക്കറിയാം അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രധാനപ്പെട്ട ഉപജീവന മാർഗം എന്നുള്ളത് കച്ചവടമാണ്. ആ കച്ചവടം ബഹിഷ്കരിക്കും. അതായത് അബൂജഹൽ മറ്റുള്ള ആളുകളോട് പോയിട്ട് ഇനി ഒരാളും അദ്ദേഹവുമായിട്ട് കച്ചവടം നടത്തരുതെന്ന് മറ്റുള്ള ആളുകൾക്ക് നിർദ്ദേശം നൽകും, ഭീഷണിപ്പെടുത്തി അയാളുമായിട്ടുള്ള കച്ചവടത്തിൽ നിന്നും പിന്തിരിപ്പിക്കും. അതായത് മറ്റൊരു രീതി. ഇനി ഇസ്ലാം സ്വീകരിച്ചത് സമൂഹത്തിൽ ഏറ്റവും ദുർബലരായിട്ടുള്ള അടിമകൾ, ഇപ്പൊ മവാലി എന്നെല്ലാം അറിയപ്പെടുന്ന കാറ്റഗറി, സ്വതന്ത്രരാക്കപ്പെട്ട അടിമകൾ, അതല്ലെങ്കിൽ മറ്റൊരു യജമാന്റെ കീഴിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന അടിമകളാണെങ്കിൽ അത്തരം അടിമകൾ അതിക്രൂരമായിട്ട് ശിക്ഷിക്കാനും പീഡിപ്പിക്കാനെല്ലാം യജമാനൻ അബൂജഹൽ നിർദ്ദേശം നൽകി മാത്രമല്ല, പല സന്ദർഭത്തിലും അബൂജഹൽ നേരിട്ട് തന്നെ അതിന് നേതൃത്വം നൽകി മുന്നിലുണ്ടായിരുന്നു എന്നുള്ള. ചിന്തിച്ചു നോക്ക് നിങ്ങൾ, അത്രയും നീചനും ക്രൂരനായിരുന്നു അബൂജഹൽ. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫിർഔനു ഹാദിഹിൽ ഉമ്മ, ഈ ഉമ്മത്തിന്റെ ഫിർഔൻ എന്നെല്ലാം അബൂജഹൽ ലഅനഹുല്ലാഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശേഷിപ്പിക്കാനുള്ള കാരണം. ആ ക്രൂരതയുടെ ആഴം മനസ്സിലാക്കുന്ന ഒരു ഉദ്ധരണി സീറത്ത് ഇബ്നു ഹിശാമിൽ, അതേപോലെ തന്നെ ഇബ്നു കസീർ റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ ബിദായ വ നിഹായയിലെല്ലാം സൂചിപ്പിക്കപ്പെട്ടതായിട്ടുള്ള ഉദ്ധരണിയിൽ വായിക്കാൻ സാധിക്കും. താബികളിൽപ്പെട്ട പ്രസിദ്ധനായിട്ടുള്ള പണ്ഡിതൻ സഈദ് ഇബ്നു ജുബൈർ റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ ഗുരുനാഥനായിരുന്ന ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കാൻ, എങ്ങനെയായിരുന്നു മുസ്ലിങ്ങളെ ശത്രുക്കൾ മക്കയിൽ വെച്ച് പീഡിപ്പിച്ചത്? അതികഠിനായിരുന്നോ? ആ ഒരു ചോദ്യത്തിന് ഗുരുനാഥൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു തന്റെ ശിഷ്യന് മറുപടി നൽകുകയാണ്, അതെ, അതിശക്തമായിരുന്നു. മുസ്ലിങ്ങളെ ശക്തമായിട്ട് ശത്രുക്കൾ അവിടെ വെച്ചുകൊണ്ട് മർദ്ദിച്ചു. അന്നപാനീയങ്ങൾ പോലും നൽകാതെ ദിവസങ്ങളോളം ചുട്ടുപഴുത്ത മരുഭൂമിയിൽ പൊള്ളുന്ന വെയിലിൽ അവരെ പട്ടിണിക്കിട്ട് അവസാനം പട്ടിണിയുടെ തീവ്രത കാരണം നേരാവണ്ണം നിൽക്കാനോ അതേപോലെ തന്നെ ഇരിക്കാനോ സാധിക്കാതെ ജീവൻ നഷ്ടപ്പെടുമെന്നുള്ളൊരവസ്ഥയിൽ എത്തിയ സന്ദർഭത്തിൽ ശത്രുക്കൾ ആവശ്യപ്പെടുന്ന ചില പദങ്ങൾ അവർക്ക് നാവുകൊണ്ട് ഉച്ചരിക്കേണ്ടി വന്നു എന്നുള്ളതാണ്. കാരണം ശത്രുക്കൾ ആക്രമിക്കുന്ന സമയത്തുടനീളം അവരോട് ആവശ്യപ്പെടുന്നത് ചില പദങ്ങൾ, അതായത് ലാത്തയും ഉസ്സയും ദൈവമാണെന്ന് പ്രഖ്യാപിക്കുക മാത്രം ചെയ്താൽ മതി, നിങ്ങളെ ഇതിൽ നിന്നെല്ലാം ഒഴിവാക്കാം. ആ ഒരൊറ്റ പ്രഖ്യാപനമായിരുന്നു ശത്രുക്കൾ ആവശ്യപ്പെട്ടത്. ചില സന്ദർഭത്തിലെങ്കിലും പീഡനങ്ങളുടെ തീവ്രത കാരണം ജീവൻ രക്ഷിക്കാൻ വേണ്ടി ശത്രുക്കൾ പറഞ്ഞത് അത് നിർബന്ധിതരായിട്ട് പറയാൻ അവർ നിർബന്ധിതരായി എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഇളവ് നൽകിയിട്ടുണ്ട്. അതായത് ഇസ്ലാം മനുഷ്യജീവൻ അത്രയേറെ പവിത്രത അല്ലെങ്കിൽ അത്രയേറെ വില കൽപ്പിക്കുന്ന ഒരു മതം കൂടിയാണ്. ഒരു സൂറത്തുൽ മാഇദയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, ലോകത്തുള്ള ഏതെങ്കിലും ഒരു മനുഷ്യന് നിങ്ങൾ ജീവൻ നൽകിയാൽ, അതായത് ഒരാളെ ജീവൻ രക്ഷിച്ചാൽ അത് ലോകത്തുള്ള സർവ്വ മനുഷ്യരെ അഹ്യന്നാസ ജമീഅ, ലോകത്തുള്ള സർവ്വ മനുഷ്യർക്കും ജീവൻ നൽകുന്നതിന് സമാനാണ്. അതേ സന്ദർഭത്തിൽ അകാരണമായിട്ട് നിങ്ങൾ ഒരാളെ വധിച്ചാൽ ഖത്തലന്നാസ ജമീഅ അന്നമാ ഖത്തലന്നാസ ജമീഅ, അത് ലോകത്തുള്ള സർവ്വ മനുഷ്യരെയും വധിക്കുന്നതിന് സമാനാണ്. അത്രയേറെ
മനുഷ്യ ജീവന് പവിത്രത കൽപ്പിക്കപ്പെട്ട മതാണ് ഇസ്ലാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ വിടവാങ്ങൽ പ്രഭാഷണത്തിൽ പോലും ആ ജീവന്റെ പവിത്രതയുമായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങളുടെ ജീവൻ എന്നുള്ളത് ഇന്നത്തെ ദിവസത്തേക്കാൾ, മാസത്തേക്കാൾ, ഈ കഅബാലയത്തേക്കാൾ പവിത്രമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയപ്പെട്ടതായിട്ടെല്ലാം ഹദീസുകളിൽ കാണാൻ സാധിക്കും. അപ്പൊ ആ ജീവൻ നിലനിർത്താൻ വേണ്ടി ഇതേ രൂപത്തിൽ ശത്രുക്കൾ ആവശ്യപ്പെടുന്ന പദങ്ങൾ നമുക്ക് ഉരുവിടാവുന്നതാണ്. ഹൃദയത്തിൽ വിശ്വാസം നിലനിർത്തിക്കൊണ്ട്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല നോക്കുന്നത് നമ്മുടെ നാവിലേക്കല്ല. ഇന്നല്ലാഹ യൻദുറു ഇലാ ഖുലൂബിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഹൃദയത്തിലേക്കാണ് നോക്കുന്നത്. നമ്മുടെ വിശ്വാസം, നമ്മുടെ ഈമാൻ ഇരിക്കുന്നത് നമ്മുടെ ഹൃദയത്തിലാണ്. അവിടെയാണ് നമ്മുടെ തഖ്വ ഇരിക്കുന്നത്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത്തഖ്വ ഹാഉന ഹൃദയത്തിലേക്ക് ചൂണ്ടിക്കൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ആ തഖ്വയാണ് നമ്മളെ വിലയിരുത്താൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉപയോഗിക്കുന്ന മാനദണ്ഡം. ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്തഖാക്കും. നിങ്ങൾക്കിടയിൽ ഏറ്റവും ഉന്നതൻ നിങ്ങൾക്കിടയിൽ ഏറ്റവും തഖ്വ കൈവരിച്ചവനാണ്. ആ തഖ്വ ഉള്ളത് ഹൃദയത്തിലേക്കാണ്. അവിടേക്കാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നോക്കുന്നത്. അപ്പൊ കേവലം നാവ് കൊണ്ട് ഉരുവിടുന്ന പദങ്ങൾ അത് അല്ലാഹു സുബ്ഹാനഹു വ തആല നോക്കുന്നില്ല. ആ സന്ദർഭത്തിൽ ജീവൻ രക്ഷിക്കാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊരു ഇളവ് നൽകുകയാണ്. സുബ്ഹാനല്ലാഹ്. മനോഹരമായിട്ടുള്ള ആയത്ത് സൂറത്തു നഹ്ൽ 16-ാമത്തെ അധ്യായം സൂറത്തു നഹ്ലിന്റെ 106-ാമത്തെ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, മൻ കഫറ ബില്ലാഹി മിൻ ബഅദി ഈമാനിഹി. ഒരാൾ വിശ്വാസം കൈകൊണ്ടതിന് ശേഷം എങ്ങാനും നിഷേധിച്ചാൽ, എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകമായിട്ട് അവിടെ എടുത്തു പറഞ്ഞു, ഇല്ലാമൻ ഉക്രിഹ വ ഖൽബുഹു മുത്മഇന്നും ബിൽ ഈമാൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാൻ, എങ്ങനെയുള്ളവനൊഴികെ, നിർബന്ധിക്കപ്പെട്ടവനൊഴികെ, അതായത് ഹൃദയത്തിൽ വിശ്വാസം ദൃഢമാക്കി നിലനിർത്തിക്കൊണ്ട്, അല്ലെങ്കിൽ വിശ്വാസത്തിനാൽ സമാധാനമടഞ്ഞ ഒരു ഹൃദയം നിലനിർത്തിക്കൊണ്ട് നാവുകൊണ്ട് നിർബന്ധിക്കപ്പെട്ട് പറഞ്ഞവരൊഴികെ. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്തിൽ പറയുന്നത്. അതായത് ശക്തമായിട്ടുള്ള ആക്രമണങ്ങൾ കാരണം നിർബന്ധിതരായിട്ട് ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടി വല്ലപ്പോഴും ഹൃദയത്തിൽ വിശ്വാസം നിലനിർത്തിക്കൊണ്ട് നാവുകൊണ്ട് സത്യനിഷേധം ഉരുവിട്ടാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് മാപ്പ് നൽകുമെന്നുള്ള ആയത്തിൽ അതിന്റെ ഒരു മറുവശവും അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. മൻ ശറഹ ബിൽ കുഫ്രി സദറൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും, അതേ സന്ദർഭത്തിൽ നിങ്ങൾ നേരെ തിരിച്ച് നിങ്ങളുടെ ഹൃദയം കൊണ്ട് സത്യനിഷേധം അങ്ങാനും സ്വീകരിച്ചാൽ ഒരുപക്ഷെ നിങ്ങൾക്ക് തൽക്കാലം ഈ ഭൂമിയിൽ വെച്ച് അവരുടെ കയ്യിൽ നിന്നും ജീവൻ രക്ഷപ്പെടുത്താൻ സാധിച്ചേക്കാം. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ശിക്ഷയിൽ നിന്നും ഒരിക്കലും നിങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധ്യമല്ല. വളരെ ശക്തമായിട്ടുള്ള താക്കീതോടുകൂടെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്ത് അവസാനിപ്പിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിട്ടുള്ള ഒരു ഇളവ് മാത്രമാണിത്. പക്ഷെ അതേ സന്ദർഭത്തിൽ പ്രത്യേകം മനസ്സിലാക്കുക, ഏറ്റവും ഉന്നതമായിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും ഉന്നതമായിട്ടുള്ള മാർഗം എന്നുള്ളത് ആ പീഡന സമയത്തും വിശ്വാസം മുറുകെ പിടിച്ച് അത് പ്രഖ്യാപിച്ച് ആ മാർഗത്തിൽ മരണപ്പെടുന്നത് ഏറ്റവും ഉന്നതമായിട്ടുള്ള ഒരു മാർഗമാണ്. അതിൽ യാതൊരു സംശയവുമില്ല. ഇപ്പൊ റസൂലുള്ളാഹിന്റെ കാലത്ത് അത് രണ്ടിനും കൃത്യമായിട്ടുള്ള ഉദാഹരണങ്ങൾ റസൂലുള്ളാഹിന്റെ കാലത്ത് കാണാൻ സാധിക്കും. ഈ ആയത്ത് പ്രത്യേകം നിങ്ങൾ മനസ്സിൽ കുറിച്ചു വെക്കുക. ആയത്തിലേക്ക് പിന്നീട് അവസാനത്തിൽ നമ്മൾ തിരിച്ചു വരുന്നതാണ്. മറ്റൊരു കാര്യം, അതിമനോഹരമായിട്ടുള്ള മറ്റൊരു കാര്യം ചിന്തിച്ചു നോക്കുക. ആയത്ത് വെച്ച് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഈ ആയത്തിന്റെ രത്ന ചുരുക്കം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ പറയുന്നത്, ഇന്നല്ലാഹ ലാ യൻദുറു ഇലാ അജ്സാമിക്കും വലാ ഇലാ സുവരിക്കും വലാകിൻ യൻദുറു ഇലാ ഖുലൂബിക്കും. നിങ്ങളുടെ രൂപത്തിലേക്കോ നിങ്ങളുടെ ശരീരത്തിലേക്കോ നിങ്ങളുടെ വാക്കിലേക്കോ ഒന്നുമല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല നോക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നോക്കുന്നത് നിങ്ങളുടെ ഖൽബിലേക്കാണ്. മനുഷ്യൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ജഡ്ജ് ചെയ്യുന്നത് നമ്മുടെ ഹൃദയം സ്കാൻ ചെയ്തുകൊണ്ടാണ്. സുബ്ഹാനല്ലാഹ്. ലോകത്തൊരു കോടതിക്കും അത് സാധ്യമല്ല. ലോകത്തെ എല്ലാ കോടതിയും നമ്മുടെ എക്സ്റ്റേണൽ, അതായത് നമ്മുടെ വാക്കും പ്രവൃത്തിയും വെച്ചുകൊണ്ട് അവർ നമ്മുടെ അകത്തുള്ളത് ഇന്റേണലിനെ സംബന്ധിച്ച് അവർ ഊഹിക്കുക മാത്രമാണ് ചെയ്യുന്നത്. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല നോക്കുന്നത് വാക്കിലേക്കോ പ്രവൃത്തിയിലേക്കോ ഒന്നുമല്ല, മറിച്ച് ആ വാക്കും പ്രവൃത്തിയും നിങ്ങൾ ചെയ്യുന്ന സന്ദർഭത്തിൽ അതിന് നിങ്ങളുടെ ഹൃദയത്തിലുള്ള പ്രചോദനം, അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നോക്കുന്നത്. സുബ്ഹാനല്ലാഹ്. അപ്പൊ അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുള്ള ഒരു ഇളവ്. ആ ഇളവ് ചില ആളുകൾ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ ചില ആളുകൾ ആ ഇളവ് ഉപയോഗിക്കാതെ അതിശക്തമായിട്ടുള്ള പീഡനങ്ങൾ ഏൽക്കുന്ന സന്ദർഭത്തിലും വിശ്വാസത്തിനെതിരായി ഒരു വാക്കുപോലും ഉരുവിടാൻ സന്നദ്ധരാകാത്ത ചില ആളുകൾ ഉണ്ടായിരുന്നു. ഏറ്റവും നല്ല ഉദാഹരണം നമുക്കെല്ലാം സുപരിചിതമാണ്, ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു. ആ ബിലാൽ റളിയല്ലാഹു അൻഹുവിൽ നിന്നാണ് നമ്മൾ ആരംഭിക്കുന്നത്. ഇമാം അഹ്മദ് റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന് മുസ്നദിൽ ഉദ്ധരിക്കപ്പെടുന്ന ഒരു ഹദീസിൽ, സ്വഹീഹായിട്ടുള്ള ഹദീസാണ്, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയാണ്, ആദ്യമായിട്ട് ഇസ്ലാം സ്വീകരിച്ച ആളുകൾ 7 ആയിരുന്നു. വ്യത്യസ്ത ഉദ്ധരണികൾ ഇതേ വിഷയത്തിൽ കാണാൻ സാധിക്കും. എന്നിട്ട് ഇദ്ദേഹം 7 ആളുകൾ എണ്ണുകയാണ്. ഒന്നാമതായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അതേപോലെ തന്നെ അമ്മാർ ഇബ്നു യാസിർ, അതേപോലെ തന്നെ അവരുടെ മാതാവായിരുന്ന സുമയ്യ റളിയല്ലാഹു അൻഹ, സുഹൈബ് റൂമി, ബിലാൽ ഇബ്നു റബാഹ്, മിഖ്ദാദ് ഇബ്നു അംർ റളിയല്ലാഹു അൻഹും അജ്മഈൻ. ഈ 7 ആളുകൾ അദ്ദേഹം പേരെടുത്ത് പറയാണ്. എന്നിട്ട് അദ്ദേഹം ഹദീസ് തുടരുകയാണ്. അതിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെയും അവരുടെ ഗോത്രങ്ങൾ സംരക്ഷിച്ചു. ആ ഗോത്രങ്ങൾ സംരക്ഷിച്ചിട്ടും
അവരേറ്റുവാങ്ങേണ്ടി വന്ന ശക്തമായിട്ടുള്ള മർദ്ദനങ്ങളെല്ലാം കഴിഞ്ഞ ഭാഗത്ത് ഞാൻ സൂചിപ്പിക്കുകയുണ്ടായി. എന്നിട്ട് അദ്ദേഹം പറയാണ്, പക്ഷേ ബാക്കിയുള്ള അടിമകളെ അതിശക്തമായിട്ട് ഖുറൈശികൾ അവരെ മർദ്ദിച്ചു എന്നുള്ളതാണ്. കഠിനമായിട്ടുള്ള മർദ്ദനങ്ങൾ, അവരെ കൊണ്ട് കുഫറിന്റെ വാക്കുകൾ ഉരുവിടാൻ വേണ്ടി ശത്രുക്കൾ നിർബന്ധിച്ച് അവസാനം ക്രൂരതയുടെ കാഠിന്യം കാരണം സഹികെട്ട് ഒരു വേള ജീവൻ നിലനിർത്താൻ വേണ്ടി ശത്രുക്കൾ ആവശ്യപ്പെടുന്നത് പോലെയുള്ള പദങ്ങൾ അവരവസാനം പറയേണ്ടി വന്നു. ഇല്ലാ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു ഒഴികെ. ബിലാൽ റളിയല്ലാഹു അൻഹു മാത്രം ഒരിക്കൽ പോലും അതിന് സന്നദ്ധമായില്ല എന്നുള്ള. എത്ര തന്നെ മർദ്ദനമുറകൾ ബിലാൽ റളിയല്ലാഹു അൻഹുവിനെതിരെ അവർ പ്രയോഗിച്ചാലും ഒരിക്കൽ പോലും തന്റെ വിശ്വാസത്തിനെതിരായിട്ടൊരു വാക്കുപോലും ഉച്ചരിക്കാൻ ബിലാൽ റളിയല്ലാഹു അൻഹു സന്നദ്ധമായില്ല എന്നുള്ള. ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം പലതവണ ഈ ചാനലിൽ തന്നെ നമ്മൾ വിശദമായിട്ട് നേരത്തെ സൂചിപ്പിച്ചതാണ്. എങ്കിലും ഈ ഒരു വിഷയത്തിന്റെ പൂർത്തീകരണം എന്നുള്ള നിലക്ക് നമ്മൾ ഓടിച്ചു പോവാണ്. ബിലാൽ ഇബ്നു റബാഹിന്റെ മകനാണ്. റബാഹ് എന്നുള്ളത് അറേബ്യക്കാരനായിട്ടുള്ള ഒരു അടിമയായിരുന്നു. ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ മാതാവ് ഹമാമ, അവരൊരു എത്യോപ്യക്കാരിയാണ്. എത്യോപ്യക്കാരായിട്ടുള്ള അവര് അറേബ്യയിൽ മക്കയിലെത്തുന്നത് ആ ആനക്കലഹ സംഭവവുമായിട്ട് ബന്ധപ്പെട്ട് കടന്നു വന്ന ആ സംഘത്തിലായിരുന്നു ബിലാലിന്റെ മാതാവ് ഉണ്ടായിരുന്നത്. പിന്നീട് നമുക്കൊരു ആനക്കലഹ സംഭവത്തിൽ എന്താണ് സംഭവിച്ചതെന്ന്, ആ വന്ന ബാക്കിയുള്ള ആളുകളെല്ലാം അവിടെയുള്ള ആളുകൾ പിടിച്ച് അവരെ അടിമകളാക്കി മാറ്റി. അതിൽ ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ മാതാവ് ഹമാമയും അവരടിമയാക്കി മാറ്റി. അങ്ങനെ അവസാനം റബാഹും അതേപോലെ തന്നെ അടിമയായ ഹമാമ അവര് തമ്മിൽ വിവാഹം കഴിക്കുന്നു. ആ റബാഹ് ഹമാമ ദമ്പതികൾക്ക് മക്കയിൽ ജനിച്ചു വീണ സന്താനായിരുന്നു ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു. അദ്ദേഹം അതിശക്തനും അതിസുന്ദരനായിരുന്നു. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള അടിമകളെ ഏറ്റവും വലിയ ഖുറൈശി പ്രമാണിമാരാണ് വാങ്ങുക. അങ്ങനെ ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ ഖുറൈശി പ്രമാണിയായിരുന്ന ഉമയ്യ ഇബ്നു ഖലഫ് അദ്ദേഹം വാങ്ങുകയാണ്. ഉമയ്യ ഇബ്നു ഖലഫിനെ സംബന്ധിച്ച് കഴിഞ്ഞ ഭാഗത്ത് ഞാൻ പറഞ്ഞു, വളരെ ക്രൂരനായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങേയറ്റം എതിർക്കപ്പെട്ട വ്യക്തിയാണ്. അങ്ങനെ ഉമയ്യയുടെ വീട്ടിലാണ് ബിലാൽ റളിയല്ലാഹു അൻഹു വളരുന്നത്. പല സന്ദർഭത്തിലും ഉമയ്യ ഇബ്നു ഖലഫിന്റെ വീട്ടിൽ അദ്ദേഹം തന്റെ കൂട്ടുകാരനോടൊപ്പം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കെതിരെ നടത്തുന്ന ചർച്ചകളും അതേപോലെ തന്നെ ഗൂഢാലോചനകളെല്ലാം ആ വീട്ടിൽ അടിമയായിട്ട് വളരുന്ന ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ ചെവിയിൽ പല സന്ദർഭത്തിൽ അദ്ദേഹം കേൾക്കാറുണ്ടായിരുന്നു. അതിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് അദ്ദേഹം അറിയുന്നു. അങ്ങനെ സത്യസന്ധമായിട്ട് റസൂലുള്ളാഹിനെ അടുത്തറിഞ്ഞ സന്ദർഭത്തിൽ ഇസ്ലാം സ്വീകരിക്കാൻ ബിലാൽ റളിയല്ലാഹു അൻഹു സന്നദ്ധമാണ്. അങ്ങനെ ഇസ്ലാം സ്വീകരിച്ച ആ വാർത്ത യജമാനായ ഉമയ്യ ഇബ്നു ഖലഫിന്റെ ചെവിയിലെത്തുകയാണ്. ചിന്തിച്ചു നോക്കുക, ഉമയ്യ റസൂലുള്ളാഹിന്റെ ഏറ്റവും വലിയ ശത്രുവാണ്. ആ ശത്രുവിന്റെ കീഴിൽ, ആ ശത്രുവിന്റെ വീട്ടിൽ, ആ ശത്രുവിന്റെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന അടിമയായിട്ടുള്ള ബിലാൽ റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിക്കുക എന്നുള്ളത് യജമാനായ ഉമയ്യ ഇബ്നു ഖലഫ് അങ്ങേയറ്റം അപമാനാണ്. അദ്ദേഹത്തിന് സഹിക്കാൻ കഴിഞ്ഞില്ല. അദ്ദേഹം ആദ്യം ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ അടുത്ത് പോയിട്ട് കാര്യം അന്വേഷിച്ചു. ഇതിനെക്കുറിച്ച് ഞാൻ കേട്ടത് ശരിയാണോ? ബിലാൽ റളിയല്ലാഹു അൻഹു വളരെ കൂളായിട്ട് പറഞ്ഞു, അതെ ഞാൻ ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട്. ആ സന്ദർഭത്തിൽ ഉമയ്യ ഇബ്നു ഖലഫ് അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തി. ആ സന്ദർഭത്തിൽ ബിലാൽ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഒരിക്കലും താങ്കൾ എന്നെ വധിച്ചാലും ഈ വിശ്വാസത്തിൽ നിന്നും പിന്മാറാൻ ഞാൻ സന്നദ്ധനല്ല. പിന്നീട് അങ്ങോട്ട് ഭീകര രംഗങ്ങളാണ് ബിലാൽ റളിയല്ലാഹു അൻഹുവിന് നേരെ അരങ്ങേറുന്നത്. ആദ്യം ഉമയ്യ ഇബ്നു ഖലഫ് ആ മരുഭൂമിയിലെ ആ ചുട്ടുപഴുത്ത ചൂടിൽ ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ വസ്ത്രങ്ങളെല്ലാം വിവസ്ത്രനാക്കി നഗ്നനാക്കി അവിടെ മലർത്തിക്കിടത്തി വലിയ വലിയ പാറക്കല്ലുകൾ ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ ശരീരത്തിലേക്ക് വെക്കുകയാണ്. ഓരോ ഭാരമേറിയ കല്ലുകൾ വെക്കുന്ന സന്ദർഭത്തിലും ഉമയ്യ ബിലാൽ റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കും, നീ മുഹമ്മദിനെ നീ അവിശ്വസിക്കുക, അതല്ലെങ്കിൽ ഞങ്ങളുടെ ദൈവത്തെ നീ ആരാധിക്കുക, അതും വേണ്ട, നീ ഒരു വേള ഞങ്ങളുടെ ദൈവത്തെ പുകഴ്ത്തി ഒരു വാക്കെങ്കിലും നീ പറയാ, അങ്ങനെയാണെങ്കിൽ ഞാൻ നിന്നെ ഉപദ്രവിക്കില്ല. പക്ഷേ ബിലാൽ റളിയല്ലാഹു അൻഹു ഒരു വിട്ടുവീഴ്ചക്കും സന്നദ്ധമായില്ല. അത്രയും കഠിനമായിട്ടുള്ള വേദനകൾ അനുഭവിക്കുന്ന സന്ദർഭത്തിലും ആ പീഡനങ്ങൾ അനുഭവിക്കുന്ന സന്ദർഭത്തിലും അദ്ദേഹത്തിന്റെ നാവിൽ നിന്നും അഹദുൻ ആ ഒരു പദം മാത്രം, ഏകൻ അത് മാത്രം അദ്ദേഹം ഉരുവിട്ടുകൊണ്ടിരുന്നു എന്നുള്ള. കാലങ്ങൾക്ക് ശേഷം ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഖിലാഫത്ത് കാലഘട്ടത്തിൽ ഉമർ റളിയല്ലാഹു അൻഹു ബിലാലിനെ വിളിച്ച് ചോദിക്കുന്നുണ്ട്, എന്തുകൊണ്ടാണ് മക്ക കാലഘട്ടത്തിൽ താങ്കളെ ശത്രുക്കൾ ക്രൂരമായിട്ട് പീഡിപ്പിക്കുന്ന സന്ദർഭത്തിലുടനീളം താങ്കൾ അഹദ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ടിരുന്നത്? ആ സന്ദർഭത്തിൽ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു നൽകുന്ന മറുപടി, ആ ഒരു സന്ദർഭത്തിൽ എനിക്ക് അള്ളാഹിനെ കുറിച്ച് അറിയാവുന്ന ഏക കാര്യം അത് മാത്രമായിരുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല ഏകനാണ്, അത് മാത്രമേ എനിക്ക് അറിയായിരുന്നുള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് ആ ഒരു പദം തന്നെ ഞാൻ വീണ്ടും ആവർത്തിക്കാനുള്ള കാരണം എന്നുള്ള. സുബ്ഹാനല്ലാഹ്. അപ്പൊ പകൽ ഇതേ രൂപത്തിൽ മരുഭൂമിയിലിട്ട് ശിക്ഷിക്കും. രാത്രിയാകുന്ന സന്ദർഭത്തിൽ കഴുത്തിൽ കയറ് കെട്ടി അവിടെയുള്ള തെമ്മാടിക്കൂട്ടം ഒരു പറ്റം കുട്ടികൾക്ക് ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ ഉമയ്യ ഇബ്നു ഖലഫ് ഏൽപ്പിക്കുകയാണ്.
അവരാ കയറും പിടിച്ച് മക്കയിലെ തെരുവുകളിലൂടെ ബിലാലിനെയും വലിച്ചുകൊണ്ട് നടക്കും. അവർ ആർത്തട്ടഹസിച്ചുകൊണ്ട് പാട്ടുപാടിയെല്ലാം ആ തെരുവുകളിലൂടെ ആ മണ്ണിലൂടെ ബിലാലിനെയും വലിച്ചുകൊണ്ട് നടക്കുകയാണ്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഹദീസിൽ അദ്ദേഹം പറയാണ്, ആ വലിച്ചത് കാരണം പല സന്ദർഭത്തിലും മണ്ണിലൂടെയും എല്ലാം വലിക്കുന്ന സന്ദർഭത്തിൽ അവസാനം ആ ചർമ്മം നീങ്ങി മാംസം പുറത്തു വന്ന് രക്തം ഒലിച്ച് ആ വലിക്കുന്ന ആ വഴിയിൽ ഉടനീളം രക്തക്കറകൾ എന്റെ കണ്ണുകൊണ്ട് കാണായിരുന്നു. ആ സന്ദർഭത്തിലും ബിലാൽ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ വായ കൊണ്ട് അഹദുൻ അഹദ് അത് മാത്രം ഉരുവിടുന്നതായിട്ട് ഞാൻ കേട്ടു എന്നുള്ളത് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഹദീസിൽ പറയാൻ. അത് മാത്രമല്ല, ഈ സമൂഹത്തിന്റെ ആ ജാഹിലിയത്തിന്റെ ആഴം നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക. അതായത് ആ സമൂഹത്തിലുള്ള കുട്ടികൾ പോലും ഇതേ രൂപത്തിൽ അടിമകളെ ക്രൂശിക്കുന്നതിൽ ആനന്ദം കണ്ടെത്തുകയാണ്. എത്രത്തോളം വലിയ അധപ്പതനാണ്. അതുമാത്രമല്ല, അത് ഈ കാഴ്ച, തെരുവുകളിലൂടെയുള്ള ഈ കാഴ്ച കണ്ടിട്ട് ഒരാൾ പോലും അത് തടയാൻ പോലും മുന്നോട്ട് വരുന്നില്ല. കാരണം അതായിരുന്നു ആ സമൂഹത്തിന്റെ സ്റ്റാൻഡേർഡ്. അടിമകളെ മനുഷ്യരായിട്ട് പോലും പരിഗണിക്കാൻ അവർ സന്നദ്ധരായിരുന്നില്ല ആ സമൂഹത്തിൽ. അതുകൊണ്ട് തന്നെ ഒരാളും അത് തടയാൻ വന്നില്ല എന്നുള്ള അത് നമ്മൾ മനസ്സിലാക്കുന്ന സന്ദർഭത്തിലാണ് ഇസ്ലാം ആ സമൂഹത്തിലേക്ക് കൊണ്ടുവന്ന പരിവർത്തനത്തിന്റെ ആഴം നമ്മൾ അറിയുക. സുബ്ഹാനല്ലാഹ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെയുള്ള ബിലാലിന്റെ ചരിത്രം, അതേ സന്ദർഭത്തിൽ അടിമയായി ജീവിച്ച, മുൻകാലത്ത് ജീവിച്ച ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം, അത് രണ്ടൊന്ന് താരതമ്യം ചെയ്തു നോക്കുക. ഇസ്ലാമിലേക്ക് വന്നതിന് ശേഷം അദ്ദേഹത്തിന്റെ സ്ഥാനം എത്രത്തോളായിരുന്നു ഉയർന്നത്. ഈ സത്യം സ്വീകരിക്കാതെ ഉമയ്യ ഇബ്നു ഖലഫിന്റെ വീട്ടിൽ കേവലം ഒരു അടിമയായി ബിലാൽ റളിയല്ലാഹു അൻഹു മരണപ്പെട്ടിരുന്നെങ്കിൽ നിങ്ങൾ ചിന്തിച്ചു നോക്കുക, ഇന്ന് ചരിത്രത്തിൽ ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ ആരറിയാനാണ്? ഒരാൾ പോലും ചരിത്രത്തിൽ അദ്ദേഹത്തെക്കുറിച്ച് അറിയില്ല. പക്ഷേ ആ സത്യം സ്വീകരിച്ച ആ ത്യാഗസന്നദ്ധതയ്ക്ക് ആ ത്യാഗത്തിന് അദ്ദേഹം സന്നദ്ധമായതുകൊണ്ട് തന്നെ ഖിയാമത്ത് നാൾ വരെയുള്ള ഏതൊരു മുസ്ലിമും കണ്ണ് നിറച്ചുകൊണ്ട് ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം കേൾക്കാൻ സാധിക്കും എന്നുള്ള. ഏതൊരു മുസ്ലിം അദ്ദേഹത്തെ അങ്ങേയറ്റം സ്നേഹിക്കുന്നു. അദ്ദേഹത്തിന്റെ ചരിത്രം കേൾക്കുന്നത് തന്നെ നമ്മുടെ ഈമാൻ, ഉറങ്ങിക്കിടക്കുന്ന ഈമാനെ പല സന്ദർഭത്തിലും തട്ടിയുണർത്തുന്ന രൂപത്തിലാണ് ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം. സുബ്ഹാനല്ലാഹ്. ആ ബിലാൽ റളിയല്ലാഹു അൻഹു ആ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കാൻ ഒരിക്കൽ പോലും യജമാൻ ആവശ്യപ്പെടുന്ന രൂപത്തിൽ ഒരു വാക്ക് പോലും ഉരുവിടാൻ അദ്ദേഹം സന്നദ്ധാകില്ല. അതുകൊണ്ട് തന്നെ ബിലാൽ റളിയല്ലാഹു അൻഹുവിനെതിരെയുള്ള പീഡന മുറകൾ അല്ലെങ്കിൽ ആ പീഡനത്തിന്റെ കാഠിന്യം ദിനേന വർദ്ധിച്ചു വരികയാണ്. അവസാനം ഒരിക്കലും മരുഭൂമിയിൽ കിടത്തിയിട്ട് വലിയ ഭാരമേറിയ കല്ലുകൾ വെച്ച് അവർ ബിലാലിനെ വധിക്കാൻ തന്നെ അവർ തീരുമാനിക്കാൻ. ആ സന്ദർഭത്തിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അതുവഴി കടന്നു പോവാൻ. ഈ ക്രൂരമായിട്ടുള്ള പ്രവൃത്തി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കണ്ട ഉടനെ തന്നെ ഉമയ്യ ഇബ്നു ഖലഫിനോട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ശക്തമായിട്ട് ദേഷ്യപ്പെടാൻ. അതഖ്തുലൂന റജുലൻ അൻ യഖൂല റബ്ബി അല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല ആരാധ്യനാണെന്ന് പറഞ്ഞതിന്റെ പേരിൽ മാത്രം ഒരാളെ നിങ്ങൾ ഈ രൂപത്തിൽ വധിക്കുകയാണ്. അടിമയെ നിങ്ങൾ എനിക്ക് വിൽക്കുക, ഞാൻ എത്ര വില കൊടുത്തും വാങ്ങാൻ സന്നദ്ധമാണ്. അവസാനം ഉമയ്യ ഇബ്നു ഖലഫ് 10 ദീനാർ നൽകി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ വിൽക്കുകയാണ്. ആ ബിലാൽ റളിയല്ലാഹു അൻഹുവിനെയും വാങ്ങി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെയും തോളിലിട്ട് നടന്നു പോകുന്ന സന്ദർഭത്തിൽ പിറകിൽ നിന്നും ഉമയ്യ ഇബ്നു ഖലഫ് ലഅനഹുല്ലാഹ് അദ്ദേഹം പുച്ഛത്തോടു കൂടെ പറഞ്ഞു, ഓ അബൂബക്കർ റളിയല്ലാഹു അൻഹു, താങ്കൾ 1 ദീനാറാണ് എനിക്ക് ഓഫർ ചെയ്തിരുന്നതെങ്കിൽ, അതായത് ഈ ബിലാലിന് വേണ്ടി നിങ്ങൾ 1 ദീനാർ നൽകിയാലും ഞാൻ നൽകാൻ സന്നദ്ധമായിരുന്നു. അതായത് അത്രയും വിലയില്ലാത്തൊരു സാധനമാണ്. ആ രൂപത്തിലാണ് അദ്ദേഹം സംസാരിക്കുന്നത്. ആ സന്ദർഭത്തിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നൽകിയ മറുപടി, ഓ ഉമയ്യ, വല്ലാഹി നിങ്ങൾ 100 ദീനാർ എന്നോട് തരണമെന്ന് നിങ്ങൾ ശഠിച്ചാലും അത് നിസ്സാരമായിട്ട് നൽകി വാങ്ങാൻ ഞാൻ സന്നദ്ധനായിരുന്നു. സുബ്ഹാനല്ലാഹ്. ചിന്തിച്ചു നോക്കുക. അതായത് ഇസ്ലാമിലേക്ക് എത്തിയോടുകൂടെ വിലമതിക്കാനാകാത്തൊരു മുതലായിട്ട് ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു മാറി എന്നുള്ളത് പിന്നീട് കാലം തെളിയിച്ചു. നമുക്കറിയാം ആ ത്യാഗത്തിന് ഇരട്ടിയായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹുവിന് പ്രതിഫലം നൽകുകയും ചെയ്തു. മദീന കാലഘട്ടത്തേക്ക് വരുന്ന സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കാര സമയം മറ്റുള്ള ആളുകളെ എങ്ങനെ അറിയിക്കുമെന്നുള്ള ചർച്ച വന്ന സന്ദർഭത്തിൽ ഒരു സ്വഹാബി അദ്ദേഹം സ്വപ്നം കണ്ടു, ബാങ്കിന്റെ പദങ്ങൾ സ്വപ്നം കണ്ട ഉടനെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ കൂട്ടത്തിൽ നിന്നും ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ വിളിച്ച് ബിലാൽ റളിയല്ലാഹു അൻഹുവിന് ആ പദങ്ങൾ പഠിപ്പിച്ചു കൊടുക്കാനും പിന്നീട് ആ ബാങ്ക് ഉച്ചത്തിൽ വിളിക്കാൻ വേണ്ടി ബിലാൽ റളിയല്ലാഹു അൻഹുവിനെയാണ് റസൂലുള്ളാഹി നിയോഗിക്കുന്നത്. റസൂലുള്ളാഹി വഫാത്താക്കുന്നത് വരെ റസൂലുള്ളാഹിന്റെ ഒഫീഷ്യൽ മുഅദ്ദിനായിട്ട് റസൂലുള്ളാഹി തെരഞ്ഞെടുത്തത് ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹുവിനെയാണ്. സുബ്ഹാനല്ലാഹ്. ചിന്തിച്ചു നോക്കുക. റസൂലുള്ളാഹിനെ അത് 5 നേരവും ദിനേന റസൂലുള്ളാഹിനെ പോയി കണ്ട് റസൂലുള്ളാഹിനെ നമസ്കാരത്തിലേക്ക് വിളിക്കാനുള്ള മഹത്തായിട്ടുള്ള സൗഭാഗ്യം. സുബ്ഹാനല്ലാഹ്. അവസാനം നമുക്കറിയാം ഹിജ്റ
നമുക്കറിയാം ബദർ യുദ്ധത്തിൽ അതേ ഉമയ്യ ബിൻ ഖലഫിനെ സ്വന്തം കൈകൊണ്ട് വധിക്കാനുള്ള അവസരവും അള്ളാഹു സുബ്ഹാനഹു വ തആല ബിലാലിന് നൽകി. അത് മാത്രമല്ല ഹിജ്റ 8-ാം വർഷം മക്ക വിജയ സന്ദർഭത്തിൽ ആ മക്കയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിജയിയായിട്ട് തിരിച്ചെത്തിയ സന്ദർഭത്തിൽ ആ കഅബാലയത്തിനകത്തുള്ള വിഗ്രഹങ്ങളെല്ലാം എടുത്തു മാറ്റിയതിനു ശേഷം ബിലാൽ റളിയല്ലാഹു അൻഹുവിനോട് ആ കഅബാലയത്തിന് മുകളിൽ കയറി ആ ബാങ്ക് വിളിക്കാൻ വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിക്കുകയാണ്. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ പറയാറുണ്ട് മക്ക വിജയം എന്നുള്ളത് യഥാർത്ഥത്തിൽ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹുവിന്റെ ദിവസമായിരുന്നു. സുബ്ഹാനല്ലാഹ്. അങ്ങനെ മസ്ജിദുൽ ഹറാമിൽ ആദ്യത്തെ ബാങ്ക് ബിലാൽ റളിയല്ലാഹു അൻഹു മുടക്കുകയാണ്. ചിന്തിച്ചു നോക്കാം, ആ മക്കയുടെ മണ്ണിൽ അതേ വിശ്വാസം സംരക്ഷിക്കാൻ വേണ്ടി ഏറ്റവും കൂടുതൽ ത്യാഗം അനുഭവിക്കേണ്ട വന്ന വ്യക്തി, ഏറ്റവും കൂടുതൽ ത്യാഗം അനുഭവിക്കേണ്ടി വന്ന വ്യക്തി, അതായത് ഒരു വിട്ടുവീഴ്ചക്കും സന്നദ്ധാകാതെ വിശ്വാസം ഉറക്കെ പ്രഖ്യാപിച്ച അഹദും മഹദും എന്ന മക്കയുടെ മണ്ണിൽ ആ ത്യാഗസന്നദ്ധതായിട്ട് ആ ത്യാഗ കാലഘട്ടത്തിൽ പ്രഖ്യാപിച്ച അതേ വ്യക്തി അതേ മണ്ണിൽ വിജയം വരിക്കുന്ന ആ ദിവസം വിശ്വാസത്തിന്റെ വാക്കുകൾ ആ കഅബാലയത്തിന് മുകളിൽ കയറിക്കൊണ്ട് വിളിച്ചു പറയാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തെരഞ്ഞെടുക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. അത് യാദൃച്ഛികമായിരുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ത്യാഗ സന്ദർഭത്തിൽ ആ വിശ്വാസം പ്രഖ്യാപിച്ചതിനുള്ള അള്ളാഹു സുബ്ഹാനഹു വ തആല തിരിച്ചു നൽകിയതാണ്. ത്യാഗത്തിനുള്ള പ്രതിഫലം അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയതാണ്. നമ്മൾ പറയാറുണ്ട് അൽ ജസാഉ മിൻ ജിൻസിൽ അമൽ, അതായത് നമ്മൾ ചെയ്തതിനനുസരിച്ചായിരിക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല തിരിച്ചു നൽകുക. അൽ ജസാഉൽ ഇഹ്സാനി ഇല്ലൽ ഇഹ്സാൻ, സൂറത്ത് റഹ്മാൻ. നിങ്ങൾ നല്ലത് ചെയ്താൽ അതേ രൂപത്തിൽ നല്ലത് അള്ളാഹു സുബ്ഹാനഹു വ തആല തിരിച്ചു നൽകുക എന്നുള്ള. സുബ്ഹാനല്ലാഹ്. റസൂലുള്ളാഹിന്റെ ജീവിതകാലത്തുടനീളം ഒരു നിഴല് പോലെ റസൂലുള്ളാഹിന്റെ കൂടെ ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ നമുക്ക് കാണാൻ സാധിക്കും. സുബ്ഹാനല്ലാഹ്. സയ്യിദുൽ മുഅദ്ദിനീൻ, അതായത് ബാങ്ക് വിളിക്കുന്ന ആളുകളുടെ നേതാക്കളായിട്ടാണ് റസൂലുള്ളാഹി, അതായത് ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു ബിലാൽ റളിയല്ലാഹു അൻഹു അറിയപ്പെടുന്നത്. അത് മാത്രമല്ല, നിങ്ങൾ ചിന്തിച്ചു നോക്കുക, ആദ്യമായിട്ട് മസ്ജിദ് നബവിയിൽ ബിലാൽ റളിയല്ലാഹു അൻഹു ബാങ്ക് വിളിച്ചു. അതേപോലെ തന്നെ പിന്നീട് മക്ക വിജയ സന്ദർഭത്തിൽ മസ്ജിദുൽ ഹറാമിൽ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു ബാങ്ക് വിളിച്ചു. അതേപോലെ തന്നെ പിന്നീട് കാലങ്ങൾക്ക് ശേഷം ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ മസ്ജിദുൽ അഖ്സ കീഴടക്കിയ സന്ദർഭത്തിൽ അവിടെയും ബിലാൽ റളിയല്ലാഹു അൻഹുവിനോട് ബാങ്ക് വിളിക്കാൻ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു കൽപ്പിക്കുകയാണ്. ഈ 3 ഹറമുകളിലും ആദ്യമായിട്ട് ബാങ്ക് വിളിക്കാനുള്ള മഹത്തായിട്ടുള്ള സൗഭാഗ്യം ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹുവിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകി. കാരണം തുടക്കത്തിലുള്ള ത്യാഗത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ പ്രതിഫലമാണ്. സുബ്ഹാനല്ലാഹ്. ബാങ്ക് വിളിക്കുക എന്നുള്ളത് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ശ്രേഷ്ഠമായിട്ടുള്ള പദവിയാണ്. നിരവധി ഹദീസുകൾ ഈ വിഷയത്തിൽ കാണാൻ സാധിക്കും. കൂടുതൽ ഞാൻ പോകുന്നില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബാങ്ക് വിളിക്കുന്നതിന്റെ ശ്രേഷ്ഠതകൾ പറഞ്ഞ നിരവധി ഹദീസുകൾ. ഇബ്നു മാജ ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഏതെങ്കിലും ഒരു വ്യക്തി ബാങ്ക് വിളിക്കുകയാണെങ്കിൽ ആ ബാങ്ക് കേൾക്കുന്ന ജീവനുള്ളതും ജീവനില്ലാത്തതുമായിട്ടുള്ള ഇവിടെയുള്ള സസ്യങ്ങളും കല്ലുകളും മരങ്ങളെല്ലാം അയാൾക്ക് വേണ്ടി നാളെ ഖിയാമത്ത് നാളിൽ സാക്ഷ്യം വഹിക്കും എന്നുള്ള. സുബ്ഹാനല്ലാഹ്. അതേപോലെ തന്നെ മറ്റൊരു സ്വഹീഹായിട്ടുള്ള ഹദീസിൽ കാണാൻ സാധിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ബാങ്ക് വിളിക്കുന്നതിന്റെയും അതേപോലെ തന്നെ ആദ്യത്തെ സ്വഫ്, നമസ്കാരത്തിന് ആദ്യത്തെ സ്വഫിന്റെയും പ്രതിഫലങ്ങാനും നിങ്ങൾ അറിഞ്ഞിരുന്നെങ്കിൽ അതിനുവേണ്ടി നിങ്ങൾ പരസ്പരം മത്സരിക്കുമായിരുന്നു എന്നുള്ള. പരസ്പരം നിങ്ങൾ മത്സരിച്ച് അവസാനം ആ വിഷയത്തിൽ നറുക്കിടേണ്ടി വരുന്ന ഒരു അവസ്ഥ പള്ളിയിൽ സംജാതമാകുമായിരുന്നു. അത്രയേറെ പ്രതിഫലമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ ഓഫർ ചെയ്തത്. അതേപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു ഹദീസിലും പറഞ്ഞു, മുഅദ്ദിനായിരിക്കും ഖിയാമത്ത് നാളിൽ ഏറ്റവും വലിയ കഴുത്തുള്ള ആളുകളായിട്ട് കടന്നു വരിക മുഅദ്ദിനായിരിക്കും. അതായത് അത്വല അനാഖ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ പറഞ്ഞ ഏറ്റവും നീണ്ട കഴുത്ത് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ജിറാഫ് പോലെയുള്ള കഴുത്തുമായിട്ട് അവർ വരും എന്നുള്ള, മറിച്ചത് ആലങ്കാരികമായിട്ടുള്ള ഒരു പ്രയോഗമാണ്. അതായത് ഏതൊരാളും ഉറ്റുനോക്കുന്ന ഉന്നതമായിട്ടൊരു പദവിയിലായിരിക്കും ഖിയാമത്ത് നാളിൽ മുഅദ്ദിനുകളായിട്ടുള്ള ആളുകൾ എന്നുള്ള. ആ മുഅദ്ദിനുകളുടെ എല്ലാം നേതാവ് സയ്യിദുൽ മുഅദ്ദിനീനായിട്ടുള്ള ബിലാൽ ഇബ്നു റബാഹ്, അദ്ദേഹത്തിന്റെ ശ്രേഷ്ഠത നിങ്ങൾ ചിന്തിച്ചു നോക്കുക. സുബ്ഹാനല്ലാഹ്. കൂടുതൽ നമ്മൾ ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ ഒരു ചരിത്രം പലതവണ പറഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ ആഴത്തിലേക്ക് നമ്മൾ പോകുന്നില്ല. അതേപോലെ തന്നെ ബിലാൽ റളിയല്ലാഹു അൻഹുവിനോടൊപ്പം ഏറ്റവും കൂടുതൽ ത്യാഗം സഹിക്കേണ്ടി വന്ന മറ്റൊരു വ്യക്തിയാണ് ഖബ്ബാബ് ഇബ്നു അറത്ത് റളിയല്ലാഹു അൻഹു. അറേബ്യയുടെ കിഴക്ക് ഭാഗത്ത് നജിദിൽ ബനൂ തമീം ഗോത്രത്തിലാണ് ഖബ്ബാബ് ഇബ്നു അറത്ത് റളിയല്ലാഹു അൻഹു ജനിച്ചു വീഴുന്നത്. അദ്ദേഹം സ്വതന്ത്രനായിട്ടാണ് ജനിക്കുന്നത്. പിന്നീട് അദ്ദേഹത്തിന്റെ ഗോത്രം ബനൂ തമീം മറ്റൊരു ഗോത്രവുമായിട്ട് യുദ്ധത്തിൽ ഏർപ്പെട്ട സന്ദർഭത്തിൽ ആ ബനൂ തമീം ഗോത്രം, അദ്ദേഹത്തിന്റെ ഗോത്രം പരാജയപ്പെടാൻ. ഒരു ഗോത്രം പരാജയപ്പെട്ടാൽ അക്കാലഘട്ടത്തിലുള്ള സിസ്റ്റം ആ ഗോത്രത്തിലുള്ള സർവ്വ ആളുകളെയും അടിമകളാക്കി പിടിക്കപ്പെട്ട് അടിമച്ചന്തയിൽ വിൽക്കും. അതായിരുന്നു സമ്പ്രദായം. അങ്ങനെ ഖബ്ബാബ് ഇബ്നു അറത്ത് റളിയല്ലാഹു അൻഹു അടക്കം, അദ്ദേഹം കൗമാരപ്രായം മാത്രമേ ആ സന്ദർഭത്തിൽ ഉണ്ടായിരുന്നുള്ളൂ. ആ ഗോത്രക്കാരെ മുഴുവൻ അടിമച്ചന്തയിൽ വിറ്റു. ആ അടിമച്ചന്തയിൽ നിന്നും സമർത്ഥനായ ഖബ്ബാബ് ഇബ്നു അറത്ത് എന്നറിയപ്പെടുന്ന ചെറുപ്പക്കാരനെ അവിടെ ഉണ്ടായിരുന്ന ഒരു കുലീന സ്ത്രീ ഉമ്മു അൻമാർ അൽ ഖുസാഇയ എന്നറിയപ്പെടുന്ന സ്ത്രീ ആ ചന്തയിൽ നിന്നും വാങ്ങുകയാണ്. വീട്ടിലേക്ക് കൊണ്ടുപോയി ആ ഖബ്ബാബ് ഇബ്നു അറത്തിന്റെ സാമർത്ഥ്യം മനസ്സിലാക്കി അവര്
അവനെ കൊണ്ട് പുതിയ നിരവധി ജോലികൾ പഠിപ്പിക്കുകയാണ്. അവര് കൊല്ലപ്പണി, അതായത് ആയുധ നിർമ്മാണം ഖബ്ബാബ് റളിയല്ലാഹു അൻഹുവിനെ പഠിപ്പിച്ചു. വളരെ ചെറിയ കാലഘട്ടം കൊണ്ട് തന്നെ ആ തൊഴിൽ പഠിച്ച് അതിൽ അഗ്രഗണ്യനായിട്ട് ഖബ്ബാബ് ഇബ്നുൽ അറത്ത് റളിയല്ലാഹു അൻഹു മാറുകയാണ്. അങ്ങനെ മക്കയിൽ ഏറ്റവും നല്ല കൊല്ലപ്പണിക്കാരനായിട്ട് ഖബ്ബാബ് റളിയല്ലാഹു അൻഹു ഒരു അല്പകാലഘട്ടം കൊണ്ട് മാറി. അവിടെയുള്ള ഏറ്റവും വലിയ ഖുറൈശി പ്രമാണിമാര് പോലും അവർക്ക് വാളും പരിചയം ആയുധങ്ങളെല്ലാം നിർമ്മിക്കാൻ ഖബ്ബാബ് റളിയല്ലാഹു അൻഹുവിനെയായിരുന്നു സമീപിച്ചിരുന്നത്. പക്ഷെ ആ ഒരു തിരക്കിനിടയിലും ആ സമൂഹത്തിന്റെ അവസ്ഥയെ സംബന്ധിച്ചും അത് താൻ ഈ രൂപത്തിലാകാനുള്ള കാരണമെല്ലാം ആ സമൂഹത്തിലുള്ള ഇത്തരത്തിലുള്ള ദുഷിച്ച ആചാരങ്ങളാണ്. അപ്പൊ അതിനെതിരെയെല്ലാം അദ്ദേഹം നിരന്തരം അതിനെ സംബന്ധിച്ചെല്ലാം ചിന്തിക്കാറുണ്ടായിരുന്നു. ആ ഇടെയാണ് യാദൃശ്ചികമായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് അദ്ദേഹം റസൂലുള്ളാഹിനെ സംബന്ധിച്ച് കേട്ട ഉടനെ തന്നെ അത് മനസ്സിലാക്കി ആ ഇസ്ലാമിന്റെ സത്യം അദ്ദേഹം സ്വീകരിക്കുകയാണ്. ഖബ്ബാബ് റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിച്ചത് അറിഞ്ഞത് നമുക്കറിയാം, യജമാനിയായിരുന്ന ആ ഉമ്മു അൻമാറയെ വല്ലാതെ പ്രകോപിച്ചു. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ ആ ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ അതേ ചരിത്രമാണ്. കാരണം അവരൊരു സ്ത്രീയാണ്, പക്ഷെ അവർക്ക് ഖബ്ബാബ് റളിയല്ലാഹു അൻഹുവിനെ ഒന്നും ചെയ്യാൻ സാധ്യമല്ല. അതുകൊണ്ട് തന്നെ ആ ഉമ്മു അൻമാറ അവരുടെ സഹോദരനായിരുന്ന സിബാ ഇബ്നു അബ്ദുൽ ഉസ്സ എന്നറിയപ്പെടുന്ന ആ സഹോദരനെയും കൂട്ടി ഖബ്ബാബ് റളിയല്ലാഹു അൻഹുവിന്റെ അടുത്തേക്ക് വന്ന് അവർ ചോദ്യം ചെയ്തു. താങ്കളെക്കുറിച്ച് ഇതേ രൂപത്തിൽ ഞങ്ങൾ കേട്ടത് ശരിയാണ്? അദ്ദേഹം പറഞ്ഞു, അതെ, ഞാൻ ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട്. ഉടനെ തന്നെ ഈ സിബാ എന്നറിയപ്പെടുന്ന അവരുടെ സഹോദരനും പിന്നീട് ഖുസാ ഗോത്രത്തിലുള്ള എന്തിനും ഏതിനും സന്നദ്ധരായിട്ടുള്ള ചില ചെറുപ്പക്കാരെയും കൂട്ടി അവര് ഖബ്ബാബ് റളിയല്ലാഹു അൻഹുവിനെ ശക്തമായിട്ട് അവർ മർദ്ദിക്കാൻ തുടങ്ങാണ്. ശക്തമായിട്ടുള്ള മർദ്ദനങ്ങൾ, അതായത് അദ്ദേഹം നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന ആയുധങ്ങളെടുത്ത് മുഴുവൻ അദ്ദേഹത്തിന്റെ ശരീരത്തെ അവർ ആക്രമിച്ചു. ശരീരം മുഴുവനും മുറിവായിട്ട് രക്തം ധാരയായിട്ടൊഴുകി അദ്ദേഹം ബോധം കിട്ടുമെന്നുള്ള. അവിടെയും നിർത്തിയില്ല. ചുട്ടുപഴുത്ത, അതായത് നമുക്ക് ആയുധ നിർമ്മാണത്തിൽ കൊല്ലപ്പണിക്കാരന്റെ ആലയിൽ ഏത് സന്ദർഭത്തിലും ചുട്ടുപഴിപ്പിച്ച ആയുധങ്ങൾ ഉണ്ടാകും. ആ ആയുധങ്ങളും അതേപോലെ തന്നെ ചുട്ടുപഴിപ്പിച്ച കല്ലുകളെല്ലാം എടുത്ത് അത് കിടക്ക പോലെ നിരത്തിയിട്ട് നഗ്നനാക്കിക്കൊണ്ട് ഖബ്ബാബ് ഇബ്നുൽ അറത്തിന് ആ കല്ലിലേക്ക് അദ്ദേഹത്തെ കടത്തു എന്നുള്ള. ആ കടത്തുന്ന സന്ദർഭത്തിൽ അദ്ദേഹത്തിന്റെ ചർമ്മം വെന്ത് അദ്ദേഹം തന്നെ പറയാണ്, ആ രക്തവും അതേപോലെ തന്നെ നീരെല്ലാം വന്നാണ് ആ തീക്കനലുകൾ അണയുക എന്നുള്ള. ചിന്തിച്ചു നോക്കുക, അത്രയും ക്രൂരമായിട്ടുള്ള മർദ്ദനങ്ങളാണ് ഖബ്ബാബ് ഇബ്നുൽ അറത്തിന് നേരെ അവർ നടപ്പാക്കിയത്. അതേപോലെ തന്നെ പല സന്ദർഭത്തിലും ഉമ്മു അൻമാർ ആ യജമാനത്തെ അവര് പല സന്ദർഭത്തിലും ഇരുമ്പ് പഴുപ്പിച്ച് തലയിലും ശരീരത്തിലെല്ലാം വെക്കുന്നത് സ്ഥിരമായിട്ട് അവർ ചെയ്തിരുന്നു എന്നുള്ള. ആ പീഡനത്തിന്റെ കാഠിന്യ കാരണം ഒരിക്കല് ഖബ്ബാബ് ഇബ്നുൽ അറത്ത് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിനെ സമീപിക്കുന്നുണ്ടോ. പ്രവാചകരെ റസൂലുള്ളാഹി കഅബാലയത്തിന് സമീപത്ത് വിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ സ്വഹീൽ ബുഖാരിയിൽ ഉദ്ധരണി കാണാൻ സാധിക്കും. ഖബ്ബാബ് ഇബ്നുൽ അറത്ത് റളിയല്ലാഹു അൻഹു വന്നുകൊണ്ട് റസൂലുള്ളാഹിനോട് പറയുന്നുണ്ട്, ഓ യാ റസൂലുള്ളാഹി ഇലാ മത്ത, എത്ര കാലാണിത് സഹിക്കുക? അലാ തസ്തൻസുർ ലന, അല്ലെങ്കിൽ അലാ തദ്ഉ ലന, ഓ റസൂലെ താങ്കൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നില്ലേ? താങ്കൾ കണ്ടില്ല ഈ രൂപത്തിലുള്ള അവസ്ഥ, താങ്കൾ ഞങ്ങൾക്ക് വേണ്ടി അള്ളാഹിനോട് പ്രാർത്ഥിക്കുന്നില്ല? ആ സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, നിങ്ങളുടെ മുൻഗാമികൾ ഇതിനേക്കാളെല്ലാം സഹിച്ചിട്ടുണ്ട്. അവരെ കുഴിയിൽ നിർത്തി ഈർച്ചവാള് കൊണ്ട് അവരെ രണ്ടാക്കി മുറിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ മൂർച്ചയേറിയ ഇരുമ്പിന്റെ ചീർപ്പ് കൊണ്ട് ശരീരത്തിലെ മാംസം എല്ല് കാണുന്നത് വരെ അവർ വാർന്നെടുത്തിട്ടുണ്ട് മുൻഗാമികളായിട്ടുള്ള ആളുകളെ. അതുകൊണ്ട് നിങ്ങൾ ക്ഷമിക്കുക. വല്ലാഹി ലയുത്തിമ്മൻ അല്ലാഹു ആദൽ അംർ, അല്ലാഹു സുബ്ഹാനഹു വ തആല തീർച്ചയായിട്ടും ഈ മതത്തെ പൂർത്തീകരിക്കുക തന്നെ ചെയ്യും. ഹത്താ യസീർ റാക്കിബു മിൻ സ്വൻഅ ഇലാ ഹദറമൗത്ത്, റസൂലുള്ളാഹി പറഞ്ഞതാണ്, ഒരു സഞ്ചാരി സ്വൻഅ മുതൽ ഹദറമൗത്ത് വരെ ഒരാളെയും ഭയപ്പെടാതെ അള്ളാഹുവിനെയും തന്റെ ആടിനെ പിടികൂടുന്ന ചെന്നായെയും മാത്രം ഭയപ്പെട്ടുകൊണ്ട് കൂളായിട്ട് നടന്നു പോകാൻ ഉതകുന്ന രൂപത്തിൽ ഈ അറേബ്യ മാറ്റപ്പെടും എന്നുള്ള. അതായത് ഇപ്പോൾ ഒരു പ്രയോഗം മാത്രമാണ്. ഇപ്പൊ നമ്മൾ കാസർഗോഡ് മുതൽ കന്യാകുമാരി എന്നെല്ലാം പറയുന്നത് പോലെ സനഅ മുതൽ ഹദറമൗത്ത് വരെ നിർഭയമായിട്ട് ഏതൊരാൾക്കും സഞ്ചരിക്കാൻ കഴിയുന്ന രൂപത്തിലായിട്ട് ഈ അള്ളാഹു സുബ്ഹാനഹു വ തആല വിജയം നമുക്ക് നൽകപ്പെടുന്ന റസൂലുള്ളാഹി ആ സന്ദർഭത്തിൽ പറയാണ്. അതുകൊണ്ട് നിങ്ങൾ ധൃതി കൂട്ടല്ലേ, നിങ്ങൾ ക്ഷമിക്കുക. തീർച്ചയായിട്ടും ആ ക്ഷമക്കുള്ള പ്രതിഫലം അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകുക എന്നുള്ള. സുബ്ഹാനല്ലാഹ്, ഈ ഒരു പ്രവചനമെല്ലാം വളരെ അടുത്ത കാലത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തെ ഒരു അല്പകാലം ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ തന്നെ അതെല്ലാം പച്ചയായിട്ട് പുലരുന്നതായിട്ടെല്ലാം കാണാൻ സാധിക്കും. സുബ്ഹാനല്ലാഹ്, ഈ രൂപത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖബ്ബാബ് ഇബ്നുൽ അറത്ത് റളിയല്ലാഹു അൻഹുവിനെ ആശ്വസിപ്പിക്കാൻ ആശ്വാസവാക്കുകൾ ഖബ്ബാബ് റളിയല്ലാഹു അൻഹുവിന് വല്ലാത്ത ആത്മധൈര്യവും പ്രതീക്ഷയും നൽകുന്നതായിട്ട് പിന്നീട് നമ്മൾ കാണുകയാണ്. അതേപോലെ തന്നെ മറ്റൊരിക്കൽ ഖുറൈശികളിൽപ്പെട്ട ആസിബിൻ വാഇൽ എന്നറിയപ്പെടുന്ന ഒരു ഖുറൈശി പ്രമാണി, അദ്ദേഹം ഖബ്ബാബ് ഇബ്നുൽ അറത്ത് റളിയല്ലാഹു അൻഹുവിനെ സമീപിച്ച് അദ്ദേഹത്തിന് വേണ്ടി നല്ലൊരു വാള് നിർമ്മിക്കാൻ വേണ്ടി കൽപ്പിക്കുകയാണ്. അപ്പൊ അദ്ദേഹം കൊല്ലപ്പണിക്കാരനാണ്. ദിവസങ്ങളോളം ജോലി ചെയ്ത് മനോഹരമായിട്ടുള്ളൊരു വാൾ അദ്ദേഹം നിർമ്മിച്ചു. ഈ സംഭവം സ്വഹീഹ് ബുഖാരിയിലും മുസ്ലിമിലും ഒരുപോലെ ഉദ്ധരിക്കപ്പെട്ടതാണ്. മുത്തഫഖുൻ അലൈഹിയുള്ള ഹദീസാണ്.
ആ വാളെല്ലാം നിർമ്മിച്ചതിന് ശേഷം ആസിബിന് വായിൽ അദ്ദേഹം വന്ന് ആ വാള് വാങ്ങിയതിന് ശേഷം അദ്ദേഹം പണം കൊടുത്തില്ല. പണം കൊടുക്കാതെ അദ്ദേഹം പറഞ്ഞു, നീ മുഹമ്മദിൽ അവിശ്വസിക്കുന്നത് വരെ ഞാൻ നിനക്ക് ഒരു ചില്ലിക്കാശ് തരില്ല എന്നുള്ള. ആ സന്ദർഭത്തിൽ ഖബ്ബാബ് ബിൻ അറത്ത് റളിയല്ലാഹു അൻഹു അദ്ദേഹം കൂളായിട്ട് പറഞ്ഞു, എന്നെ നീ വധിച്ചാലും മുഹമ്മദിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിശ്വസിക്കാൻ ഞാൻ തയ്യാറല്ല. ആ സന്ദർഭത്തിൽ ആസിബിന് വായിൽ ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ നീ മരണാനന്തര ജീവിതത്തിൽ വിശ്വസിക്കുന്നുണ്ടോ? നമ്മളെല്ലാം മരണപ്പെട്ടതിന് ശേഷം ഉയർത്തെഴുന്നേൽപ്പിക്കുമെന്ന് നീ വിശ്വസിക്കുന്നുണ്ടോ? ആ സന്ദർഭത്തിൽ ഖബ്ബാബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, തീർച്ചയായിട്ടും നമ്മളെല്ലാം മരണാനന്തരം പുനർജനിപ്പിക്കപ്പെടും. ഉടനെ തന്നെ ആസിബിന് വായിൽ അദ്ദേഹം പരിഹാസത്തോടു കൂടി പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നമ്മൾ മരിച്ച് പുനർജനിക്കുന്ന സന്ദർഭത്തിൽ അവിടെ വെച്ചിട്ട് ഞാൻ ഈ കണക്ക് തീർക്കാം. പരിഹാസത്തോടു കൂടി അദ്ദേഹം പറയാൻ അഊദു ബില്ലാഹ്. ആ സന്ദർഭത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു മറിയമിന്റെ 77 78 ആയത്തുകൾ ആ സന്ദർഭത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയത്. അഫറഅയ്തല്ലദീ കഫറ ബി ആയാതിന വഖാല ലഉതയന്ന മാലം വവലദ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ അവിശ്വസിച്ച് എനിക്ക് സ്വത്തും സന്താനവും എല്ലാം നൽകപ്പെടുമെന്ന് പറയുന്ന ആളെ നീ കണ്ടു. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ റെഫർ ചെയ്യുന്നത് ആസിബിന് വായിലിനെയാണ്. അത്തലഖൽ ഗൈബ അം ഇത്തഖദ ഇൻദർ റഹ്മാനി അഹ്ദ. അവർക്ക് വല്ല അദൃശ്യകാര്യം അറിയോ, അതല്ലെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയുമായിട്ട് പരമകാരുണ്യനായിട്ട് അവർ വല്ല കരാറിൽ ഏർപ്പെട്ടിട്ടുണ്ടോ? ഈ രൂപത്തിൽ ആസിബിന് വായിലിനെയും അതേ രൂപത്തിൽ ചിന്തിക്കുന്ന സർവ്വ ആളുകളെയും വിമർശിച്ചുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ആ സന്ദർഭത്തിൽ ആയത്ത് അവതരിപ്പിക്കുകയും ചെയ്തു എന്നുള്ളത്. അപ്പൊ ഇതേ രൂപത്തിലുള്ള ക്രൂരമായിട്ടുള്ള പീഡനങ്ങളും മർദ്ദനങ്ങളാണ് ഖബ്ബാബ് ബിൻ അറത്ത് റളിയല്ലാഹു അൻഹുവിനെതിരെ അവര് നടപ്പിലാക്കിയത്. ആ പീഡനങ്ങൾ തുടരുന്നുണ്ട്. പിന്നീട് നമുക്കറിയാം, ഈ ഉമ്മു അൻമാർ അവർ പല സന്ദർഭത്തിൽ ചുട്ടുപഴുത്ത ഇരുമ്പിന്റെ ദണ്ടെടുത്തിട്ട് ഖബ്ബാബ് ബിൻ അറത്തിന്റെ പുറത്തും അതേപോലെ തന്നെ തലയിൽ വെക്കും എന്നുള്ള. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹി അതുവഴി കടന്നു പോകുന്ന സന്ദർഭത്തിൽ ആ കാഴ്ച കാണാൻ റസൂലുള്ളാഹി പൊട്ടിക്കരഞ്ഞുകൊണ്ട്, അതായത് തലയിൽ ആ ഇരുമ്പ്, അതായത് പഴുത്ത ഇരുമ്പ് തലയിൽ വെക്കുന്ന സന്ദർഭത്തിൽ ഖബ്ബാബ് ബിൻ അറത്ത് റളിയല്ലാഹു അൻഹു വേദന കൊണ്ട് പിളയുന്ന ആ കാഴ്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ട് റസൂലുള്ളാഹി അവിടെ വെച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് കൈയുയർത്തിക്കൊണ്ട് റസൂൽ പറഞ്ഞു, യാ അല്ലാഹ് ഉൻസുർ ഖബ്ബാബ്, ഓ അല്ലാഹ് ഇനി ഖബ്ബാബിനെ നീ സഹായിക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പ്രാർത്ഥിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പ്രാർത്ഥന കേട്ടു. സുബ്ഹാനല്ലാഹ്, നിങ്ങൾ ചിന്തിച്ചു നോക്കുക, അല്ലാഹു സുബ്ഹാനഹു വ തആല ഉടനെ തന്നെ ആ പ്രാർത്ഥന കേട്ടു. ദിവസങ്ങൾ കഴിഞ്ഞ ഉടനെ തന്നെ ഖബ്ബാബ് ബിൻ അറത്ത് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ ആ യജമാനത്തിയായിരുന്ന ഉമ്മു അൻമാർ അവർക്ക് ശക്തമായിട്ടൊരു തലവേദന വരാൻ, അതിശക്തമായിട്ട് തലവേദന. ആ വേദന കൊണ്ട് അവർ ഒരു മൃഗത്തെ പോലെ അവർ നിലവിളിച്ച് കരഞ്ഞു എന്നുള്ള. അക്കാലഘട്ടത്ത് അവർക്കുള്ള മുഴുവൻ ട്രീറ്റ്മെന്റ്, അതായത് അവിടെയുള്ള ബിഷഗ്ഗരന്മാരെയും അതേപോലെ തന്നെ ചികിത്സാ സമ്പ്രദായങ്ങളെല്ലാം അവർ നടപ്പിലാക്കിയിട്ടും വേദനയ്ക്ക് യാതൊരു ശമനവുമില്ല. അവസാനം മക്കയിലുണ്ടായിരുന്ന ഏറ്റവും വലിയ വൈദ്യം വന്നിട്ട് അവരോട് പറഞ്ഞു, ഇതിനുള്ള ഏക ചികിത്സ കോട്ടറിയാണ്. കോട്ടറി എന്ന് വെച്ചാൽ ഇരുമ്പ് പഴുപ്പിച്ച് തലയിൽ വെക്കുക. നമുക്കറിയാം, പഴയ കാലത്ത് പ്രാകൃത ചികിത്സാ രീതികളാണ്. മോഡേൺ മെഡിസിൻ വരുന്നതിന് മുമ്പ് ഇതേ രൂപത്തിലുള്ള പ്രാകൃത ചികിത്സാ രീതികളാണ് പഴയ കാലത്ത് ഉണ്ടായിരുന്നത്. അപ്പൊ ആ വൈദ്യൻ അവർക്ക് നിർദ്ദേശിച്ചത് ഇരുമ്പ് പഴുപ്പിച്ച് തലയിൽ വെക്കുക. അവരതിന് സന്നദ്ധമാണ്. കാരണം ആ ഇരുമ്പ് പഴുപ്പിച്ച് തലയിൽ വെക്കുന്നതിനേക്കാൾ ഏറെയായിരുന്നു അവർക്ക് ബാധിച്ച തലവേദന. അവസാനം ഉമ്മു അൻമാറ തന്റെ അടിമയായ ഖബ്ബാബിനോട് തന്നെ അത് ചെയ്യാൻ വേണ്ടി വിളിക്കുകയാണ്. നിങ്ങൾ ചിന്തിച്ചു നോക്കുക, കമാ തദീനു തുദാൻ നമ്മൾ പറയാറുണ്ട്. അതായത് ഇപ്പൊ ഇംഗ്ലീഷിലല്ല, വാട്ട് ഗോസ് അറൌണ്ട് കംസ് അറൌണ്ട്. നിങ്ങൾ ഒരാളുടെ കർമ്മഫലം അയാളിൽ തന്നെ വന്നു ചേരും എന്നുള്ള. സുബ്ഹാനല്ലാഹ്, നമ്മൾ ചെയ്തത് നമുക്ക് തന്നെ തിരിച്ചു തരും. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ രൂപത്തിലെ കൊണ്ടുപോകും എന്നുള്ളതാണ്. അവസാനം ഖബ്ബാബ് ബിൻ അറത്ത് റളിയല്ലാഹു അൻഹു അദ്ദേഹം ഇരുമ്പ് ചൂടാക്കി സ്വന്തം യജമാനത്തിയുടെ തലയിൽ വെക്കുകയാണ്. ആ സന്ദർഭത്തിൽ അവർ വേദന കൊണ്ട് പൊളഞ്ഞു. അവസാനം ആ കാരണത്താൽ തന്നെ അവർ ആ യജമാനത്തി ഉമ്മു അൻമാറ മരണപ്പെട്ടു. പിന്നീട് ഖബ്ബാബ് ബിൻ അറത്ത് റളിയല്ലാഹു അൻഹു അദ്ദേഹം സ്വതന്ത്രനായി. പിന്നീട് നമുക്കറിയാം, ഇസ്ലാം സ്വീകരിച്ച ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രത്തിലെല്ലാം ഖബ്ബാബിനെ നമ്മൾ കാണുന്നുണ്ട്. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിനെ വധിക്കാൻ വേണ്ടി വാളെടുത്ത് ഇറങ്ങി പുറപ്പെട്ട സന്ദർഭത്തിൽ തന്റെ വീട്ടില് സ്വന്തം സഹോദരി ഇസ്ലാം സ്വീകരിച്ച വാർത്ത അറിഞ്ഞ് തിരിച്ചു വന്നതും ആ വീട്ടിലെത്തിയ സന്ദർഭത്തിൽ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ആ വീട്ടിൽ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ സഹോദരി ഫാത്തിമയോടൊപ്പം അവരുടെ ഭർത്താവ് സഈദ് ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹു, നമുക്കൊരു അശ്റ മുബശ്ശിരീലിൽപ്പെട്ട സ്വഹാബിയാണ്. ആ സഈദ് ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹു ഉണ്ടായിരുന്നു. അവരോടൊപ്പം മൂന്നാമനായിട്ട് ആ വീട്ടിൽ ഒളിച്ചിരുന്ന ഒരു വ്യക്തി ഖബ്ബാബ് ബിൻ അറത്തായിരുന്നു. കാരണം ഖബ്ബാബ് റളിയല്ലാഹു അൻഹു ആ വീട്ടിലേക്ക് വന്നത് ഈ രണ്ടാളുകളെയും ഖുർആൻ പഠിപ്പിക്കാൻ വേണ്ടിയായിരുന്നു. സുബ്ഹാനല്ലാഹ്, റസൂലുള്ളാഹിന്റെ ആ സദസ്സിൽ വെച്ചുകൊണ്ട് അദ്ദേഹം അറിവ് അങ്ങേയറ്റം കരസ്ഥമാക്കി മറ്റുള്ള ആളുകളെ അദ്ദേഹം ഖുർആൻ പഠിപ്പിക്കാൻ പോയി എന്നുള്ള. അങ്ങനെ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെയും എടുത്ത് ദാറുൽ അർഖമിലേക്ക് പോകുന്നതെല്ലാം ഖബ്ബാബ് ബിൻ അറത്താണ്. ഇൻഷാ അല്ലാഹ് ചരിത്രം പിന്നീട് നമ്മൾ പറയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം തന്നെ എല്ലാ യുദ്ധത്തിലും ഖബ്ബാബ് ബിൻ അറത്ത് റളിയല്ലാഹു അൻഹു പങ്കെടുത്തു. പിന്നീട്
ഉമർ റളിയല്ലാഹുവിന്റെ കാലത്ത് ഉമർ റളിയല്ലാഹു അങ്ങേയറ്റം ഖബ്ബാബ് ബിൻ അറത്ത് റളിയല്ലാഹുവിനെ സ്നേഹിച്ചു എന്നുള്ള, കാരണം അത്രയേറെ ത്യാഗം ഇസ്ലാമിന്റെ ആരംഭ കാലഘട്ടത്തിൽ അദ്ദേഹം ഇസ്ലാമിന് വേണ്ടി നൽകിയിട്ടുണ്ട്. ഉമർ റളിയല്ലാഹുവിന്റെ സദസ്സിൽ പ്രത്യേകമായിട്ടൊരു ഇരിപ്പിടം ഖബ്ബാബ് ബിൻ റളിയല്ലാഹുവിന് അദ്ദേഹം നൽകി എന്നുള്ള. ഒരിക്കല് ഉമർ ഖത്താബ് റളിയല്ലാഹു ഒരിക്കൽ ആ സദസ്സിലേക്ക് ഖബ്ബാബ് റളിയല്ലാഹുവിനെ വിളിച്ച് ചോദിക്കുന്നുണ്ട്, ആ മക്ക കാലഘട്ടത്ത് താങ്കളുടെ ആ പീഡന കഥകളൊന്ന് താങ്കൾ വിവരിക്കും, ഞാനൊന്ന് കേൾക്കട്ടെ. അതായത് എന്റെ ഈമാൻ, അതായത് നമുക്ക് അത്തരത്തിലുള്ള ത്യാഗ കഥകൾ തീർച്ചയായിട്ടും നമ്മുടെ ഈമാൻ അങ്ങേയറ്റം വർദ്ധിപ്പിക്കുന്നതാണ്. ഉമർ റളിയല്ലാഹു ആ കഥകള് ഖബ്ബാബ് റളിയല്ലാഹുവിനോട് പറയാൻ ആവശ്യപ്പെട്ട സന്ദർഭത്തിൽ അദ്ദേഹം യാതൊന്നും സംസാരിക്കാതെ തന്റെ ഷർട്ട് ഊരുകയാണ്. ഷർട്ട് ഊരിയ സന്ദർഭത്തിൽ ആ കാഴ്ച കണ്ട ഉടനെ ഉമർ ഖത്താബ് റളിയല്ലാഹു പൊട്ടിക്കരയാണ്. കാരണം ആ ശരീരം മുഴുവൻ വെള്ളപ്പാണ്ട് പോലെയുള്ള പാടുകളാണ്, അതേപോലെ തന്നെ മാംസം പോയ നിരവധി കുഴികൾ. അതെല്ലാം മുമ്പ് കാലത്ത് ആ യജമാനത്ത്, അതായത് ഉമ്മ അൻമാറയിൽ നിന്നും അവർ അനുഭവിക്കേണ്ടി വന്നതായിരുന്നു. സുബ്ഹാനല്ലാഹ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ കാലഘട്ടത്ത്, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ ഖിലാഫത്ത് കാലഘട്ടത്ത് അവിടെ ഉണ്ടായിരുന്ന ഒരു സമ്പ്രദായം എന്താണെന്ന് വെച്ചാൽ, ഇസ്ലാം സ്വീകരിച്ച എല്ലാ സ്വഹാബിമാർക്കും അവിടെ നമുക്കറിയാം ബൈത്തുൽ മാലിൽ നിന്ന് അവർക്ക് ശമ്പള വ്യവസ്ഥ ഏർപ്പെടുത്തിയിരുന്നു. പക്ഷെ എല്ലാ ആളുകൾക്കും ഒരേ രൂപത്തിലാണ്, ഒരേ തുകയാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു നടപ്പിലാക്കിയത്, നൽകിയിരുന്നത്. അതായിരുന്നു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ പോളിസി. പക്ഷെ അതേ സന്ദർഭത്തിൽ ഉമർ റളിയല്ലാഹുവിന്റെ ഖിലാഫത്ത് കാലഘട്ടത്തിൽ ആ പോളിസി അദ്ദേഹം പരിഷ്കരിച്ചു. അദ്ദേഹം എന്താ ചെയ്തതെന്ന് വെച്ചാൽ, അദ്ദേഹം പറഞ്ഞു, ഒരിക്കലും എല്ലാ ആളുകളും തുല്യരല്ല. ലാ യസ്തവി മിൻകും മൻ അൻഫഖ മിൻ ഖബ്ലിൽ ഫത്ഹി വഖാതൽ ഉലൈക അഅ്ളമു ദറജത്തുൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട് സൂറത്തുൽ ഹദീദിന്റെ 10-ാമത്തെ വചനം. ആദ്യകാലത്ത് ഇസ്ലാമിന് ത്യാഗം സഹിച്ച ആളുകൾ, ആദ്യമായിട്ട് ഇസ്ലാം സ്വീകരിച്ച ആളുകൾ, സാബിഖൂന ഇലൽ ഇസ്ലാം, ആദ്യത്തിലേക്ക് ഇസ്ലാം കടന്നു വന്ന ആളുകൾ, അവർ തീർച്ചയായിട്ടും അങ്ങേയറ്റം സ്ഥാനമുണ്ട്, അവർക്ക് അള്ളാഹിന്റെ അടുത്ത് കൂടുതൽ പദവിയുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്കുള്ള ശമ്പളവും ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു വർദ്ധിപ്പിച്ചു എന്നുള്ള. മറ്റൊരു കാര്യം, അതുവഴി വർദ്ധിപ്പിക്കുന്ന സന്ദർഭത്തിൽ ഉമർ റളിയല്ലാഹുവിന്റെ ശമ്പളം കുറയാണ് ചെയ്യുന്നത്. കാരണം ഉമർ റളിയല്ലാഹു ഇസ്ലാമിന്റെ ആദ്യ കാലഘട്ടത്തിലല്ല ഇസ്ലാമിലേക്ക് വരുന്നത്. സുബ്ഹാനല്ലാഹ്. പക്ഷേ അവിടെ ഖബ്ബാബ് ബിൻ അറത്ത് റളിയല്ലാഹു അൻഹുവിന്റെ ശമ്പളം ഇരട്ടിച്ച് അദ്ദേഹത്തിന് നല്ലൊരു തുക മാസാമാസം ലഭിക്കാൻ തുടങ്ങിയെന്നുള്ള. അദ്ദേഹം ധനികനായി ഒരു ചെറിയ വീട് അദ്ദേഹം നിർമ്മിച്ചതിന് ശേഷം ആ വീട്ടുമുറ്റത്ത് ഒരു പെട്ടി വെച്ച് അദ്ദേഹത്തിന്റെ കയ്യിലുള്ള സർവ്വസമ്പത്തും ആ പെട്ടിയിൽ അദ്ദേഹം അവിടെ ഇടുമെന്നുള്ള. എന്നാൽ അദ്ദേഹം അവിടെയുള്ള ആളുകളോട്, നാട്ടുകാരോട് പറഞ്ഞ്, നിങ്ങൾക്ക് ഏതൊരാൾക്കും സാമ്പത്തികമായിട്ട് പ്രയാസം ഉണ്ടാകുന്ന സന്ദർഭത്തിൽ ഈ പെട്ടിയിൽ നിന്ന് നിങ്ങൾക്ക് ധനം എടുത്തു കൊണ്ടുപോകാം, എന്നോട് ചോദിക്കേണ്ടതില്ല. ഒരു ഓപ്പൺ ബാങ്കായിട്ട് അവിടെ അദ്ദേഹം ആ പെട്ടിയിൽ ധനം നിക്ഷേപിച്ചു എന്നുള്ള. സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്. ചിന്തിച്ചു നോക്ക് നിങ്ങൾ. അവസാനം മരണപ്പെടുന്ന സന്ദർഭത്തിൽ ഒരല്പം അദ്ദേഹത്തിന്റെ ബാക്കി ഉണ്ടായിരുന്ന അദ്ദേഹത്തിന്റെ കയ്യിലുള്ള ഒരല്പം പണത്തെ ഓർത്ത് അദ്ദേഹം പൊട്ടിക്കരയുന്നുണ്ട്. പൊട്ടിക്കരയ മാത്രമല്ല, അദ്ദേഹം തനിക്ക് വേണ്ടി നല്ലൊരു കഫൻ പുടവ അദ്ദേഹം വാങ്ങി സൂക്ഷിച്ചിരുന്നു. അത് അവരോട് കൊണ്ടുവരാൻ അദ്ദേഹം ആവശ്യപ്പെട്ടു. കൊണ്ടുവന്ന സന്ദർഭത്തിൽ ആ കഫൻ പുടവ നോക്കിക്കൊണ്ട് അദ്ദേഹം കരയാണ്. എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, മുൻകാലത്ത് ഹംസ റളിയല്ലാഹു അൻഹുവിനെ ആ സന്ദർഭത്തിൽ സ്മരിക്കുകയാണ്. ഹംസ ഉഹദിൽ മരണപ്പെട്ട സന്ദർഭത്തിൽ, അതേപോലെ തന്നെ മിസ്അബ് റളിയല്ലാഹു അൻഹു എല്ലാം ഉഹദിൽ മരണപ്പെട്ട സന്ദർഭത്തിൽ അവരെ നേരാവണ്ണം അവരെ പുതക്കാൻ ഒരു കഫൻ പുടവ പോലും ഉണ്ടായിരുന്നില്ല. അവരെ തല മറക്കുന്ന സന്ദർഭത്തിൽ കാല് പുറത്തായിരുന്നു, കാല് മറക്കുന്ന സന്ദർഭത്തിൽ തല പുറത്തായിരുന്നു. പക്ഷേ എനിക്ക് എത്ര നല്ല കഫൻ പുടവയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയത്. അത് നോക്കിക്കൊണ്ട് കരയുന്ന ഖബ്ബാബ് റളിയല്ലാഹു അൻഹുവിന്റെ അന്ത്യം അതാണ് നമ്മൾ കാണുന്നത്. സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്. ഈ രൂപത്തിലാണ് ഖബ്ബാബ് ബിൻ അറത്ത് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം നമ്മൾ കാണുന്നത്. അവിടെയും അല്ലാഹു സുബ്ഹാനഹു വ തആല തുടക്കത്തിൽ അദ്ദേഹം സഹിച്ച ത്യാഗങ്ങൾക്ക് ഇരട്ടിയായിട്ട് അവസാനം പ്രതിഫലം നൽകുന്ന മനോഹരമായിട്ടുള്ള കാഴ്ചയാണ് ആ ഒരു ചരിത്രത്തിലും നമുക്ക് കാണാൻ സാധിക്കുന്നത്. സുബ്ഹാനല്ലാഹ്. മക്ക കാലഘട്ടത്തിലെ പീഡന കഥകൾ നമ്മൾ അയവിറക്കുന്ന സന്ദർഭത്തിൽ നമ്മൾ സ്മരിക്കപ്പെടേണ്ട മറ്റൊരു വ്യക്തിയാണ് അബൂദറുൽ ഖിഫാരി റളിയല്ലാഹു അൻഹു. അബൂദറുൽ ഖിഫാരി റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന്റെ ചരിത്രം സ്വഹീഹുൽ ബുഖാരിയിൽ സുദീർഘമായിട്ടുള്ള ഹദീസിൽ വായിക്കാൻ സാധിക്കും. അദ്ദേഹം ജനിച്ചു വീഴുന്നത് ഖിഫാർ ഗോത്രത്തിലാണ്. ഖിഫാർ എന്നുള്ളത് അറേബ്യയിൽ കുപ്രസിദ്ധി ആർജിച്ച ഒരു ഗോത്രമായിരുന്നു. കാരണം അവര് അതിലൂടെ പോകുന്ന യാത്രാ സംഘത്തെ എല്ലാം കൊള്ള ചെയ്തിട്ടാണ് അവർ ജീവിച്ചിരുന്നത്. ഖാത്തിയ ത്വരീഖ്, ആ ഒരു രൂപത്തിലാണ് അവർ ജീവിച്ചിരുന്നത്. ആ ഗോത്രത്തിലാണ് അബൂദറുൽ ഖിഫാരി റളിയല്ലാഹു അൻഹു ജനിച്ചു വീഴുന്നത്. പക്ഷേ അദ്ദേഹം ചെറുപ്പത്തിൽ തന്നെ ഈ ഒരു സമ്പ്രദായം, അതായത് ആ സമൂഹത്തിൽ നടമാടിയിരുന്ന നിരവധി അനാചാരങ്ങളെയും ബിംബാരാധനയെല്ലാം അദ്ദേഹം ശക്തമായിട്ട് എതിർത്തു. അതൊന്നും ശരിയല്ല എന്ന് കൃത്യമായിട്ട് അദ്ദേഹത്തിന് മനസ്സിൽ ബോധ്യമുണ്ടായിരുന്നു. ആ സന്ദർഭത്തിലാണ് അദ്ദേഹം മക്കയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വന്ന ആ ഒരു വിവരം അദ്ദേഹത്തിന്റെ ചെവിയിൽ എത്തുകയാണ്. എന്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതെന്ന് അറിയാൻ അദ്ദേഹത്തിന് വല്ലാത്ത ആകാംക്ഷയായി. അങ്ങനെ അദ്ദേഹത്തിന്റെ സഹോദരൻ കച്ചവട ആവശ്യാർത്ഥം മക്കയിലേക്ക് പോകുന്ന സന്ദർഭത്തിൽ അദ്ദേഹം സഹോദരനെ വിളിച്ചു പറഞ്ഞു, നീ കഴിയെങ്കിൽ മക്കയിൽ പോയിട്ട് കഴിയുന്നത്ര ഡീറ്റെയിൽ നീ ശേഖരിക്കണം. എന്താണ് ആ പുതുതായിട്ട് വന്ന വ്യക്തി പറയുന്നത്?
അദ്ദേഹം പറയുന്ന ആശയത്തെക്കുറിച്ച് വ്യക്തമായിട്ട് നീ മനസ്സിലാക്കി എനിക്ക് തിരിച്ചു വന്ന് പറഞ്ഞു തരണമെന്ന് പറഞ്ഞ് സഹോദരനെ വിടുകയാണ്. സഹോദരൻ മക്കയിൽ പോയി തിരിച്ചു വന്ന സന്ദർഭത്തിൽ അബൂദറുൽ ഖിഫാരി റളിയല്ലാഹു അൻഹു ആകാംക്ഷയോടുകൂടി വിവരം തിരക്കി, എന്തായി പോയ കാര്യം, എന്താണ് ആ വ്യക്തിയെ സംബന്ധിച്ച് നീ കേട്ടത്? ആ സന്ദർഭത്തിൽ സഹോദരൻ പറഞ്ഞു, വല്ലാഹി അദ്ദേഹം നല്ല വ്യക്തിയാണ്, അദ്ദേഹം തിന്മ തടയുന്നുണ്ട്, നന്മയെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. അതേ രൂപത്തിൽ ചെറിയൊരു വിവരണം മാത്രം നൽകുകയാണ്. അബൂദർ ഖിഫാർ റളിയല്ലാഹു അൻഹുവിന് ആ മറുപടി തൃപ്തിയായില്ല. അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം നേരിട്ട് തന്നെ അത് ചോദിച്ചറിയാൻ വേണ്ടി തന്റെ ഭക്ഷണവും അതേപോലെ തന്നെ ഭാണ്ഡവും എല്ലാം എടുത്ത് അദ്ദേഹം മക്കയിലേക്ക് യാത്രയാവുകയാണ്. അങ്ങനെ ദിവസങ്ങളോളം നടന്ന് അദ്ദേഹം മക്കയിലെത്തി. ഇവർ യമനിലാണ്, ഈ ഖിഫാർ ഗോത്രം യമനിന്റെ ആ ഭാഗത്താണുള്ളത്. അങ്ങനെ ദിവസങ്ങൾ യാത്ര ചെയ്ത് അവർ മക്കയിലെത്തി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പരസ്യമായിട്ട് റസൂലുള്ളാഹിനെ അന്വേഷിക്കുന്നത് അപകടമാണ്, ബുദ്ധിയുള്ള ഒരു പ്രവർത്തനമല്ല എന്ന് അദ്ദേഹത്തിന് അറിയാം. കാരണം മക്കയിൽ ശത്രുക്കൾ മുസ്ലിങ്ങൾക്കെതിരെ ശക്തമായിട്ടുള്ള പീഡനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന കാലമാണ്. നമ്മൾ പറയപ്പെടുന്ന ഈ മർദ്ദന കാലഘട്ടത്തിലാണ് അബൂദർ ഖിഫാർ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിനെ അന്വേഷിച്ച് മക്കയിലെത്തുന്നത്. അപ്പം അദ്ദേഹം രഹസ്യമായിട്ട് ഹറമിൽ പ്രവേശിച്ചു. അവിടെ സംസം വെള്ളം കുടിച്ച് അദ്ദേഹം ഹറമിലെ ദിവസങ്ങൾ കഴിച്ചു കൂട്ടുകയാണ്. അങ്ങനെ 1-2 ദിവസങ്ങളെല്ലാം കഴിഞ്ഞ സന്ദർഭത്തിൽ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ അതിലൂടെ കടന്നു പോവാണ്. അപ്പൊ അലി റളിയല്ലാഹു അൻഹു ആ നാട്ടുകാരനല്ലാത്ത ഒരാൾ കുറെ ദിവസമായി അവിടെ കാണുന്നു. അലി റളിയല്ലാഹു അൻഹു പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട്. അലി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ അടുത്ത് വന്ന് ചോദിച്ചു, നിങ്ങൾ അന്യ നാട്ടുകാരനാണോ? ഒരുപാട് ദിവസമായല്ലോ ഇവിടെ കാണുന്നത്. അദ്ദേഹം പറഞ്ഞു, അതെ, ഞാൻ മറ്റൊരു നാട്ടിൽ നിന്ന് വന്നതാണ്. അപ്പൊ അലി റളിയല്ലാഹു അൻഹു ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്റെ വീട്ടിലേക്ക് പോരുന്നോ? അപ്പൊ അദ്ദേഹം സന്തോഷത്തോടുകൂടെ മറുപടി നൽകി. കാരണം ഒരുപാട് ദിവസമായി ഭക്ഷണം കഴിച്ചിട്ട് ചിന്തിച്ചു നോക്കുക, ആ സമൂഹത്തിലുള്ള ചില ഗുണങ്ങൾ ഞാൻ പറഞ്ഞു. അവരുടെ ആതിഥേയ മര്യാദ, അന്യനായിട്ടുള്ള ഒരാളെ കണ്ടാൽ വീട്ടിലേക്ക് കൊണ്ടുപോകാനും അവർക്ക് സദ്യ നൽകാനെല്ലാം അവർ സന്നദ്ധമായിരുന്നു. അതെല്ലാം അവരുടെ നല്ല വശങ്ങളാണ്. അപ്പൊ വീട്ടിലേക്ക് ക്ഷണിച്ച് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ഭക്ഷണമെല്ലാം നൽകി. രാത്രി അവിടെ തങ്ങി. പക്ഷേ ഒരക്ഷരം പരസ്പരം അങ്ങോട്ടോ ഇങ്ങോട്ടോ ഇവർ സംസാരിച്ചില്ല. നേരം പുലർന്ന സന്ദർഭത്തിൽ അബൂദർ ഖിഫാരി അലി റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിൽ നിന്നും വീണ്ടും പള്ളിയിലേക്ക്, മസ്ജിദുൽ ഹറാമിലേക്ക് തിരിച്ചു വരാൻ. അങ്ങനെ ദിവസങ്ങൾ പിന്നിട്ട് വീണ്ടും ഒരിക്കൽ അലി റളിയല്ലാഹു അൻഹു വീണ്ടും അബൂദർ ഖിഫാരി റളിയല്ലാഹു അൻഹുവിനെ അതേ സ്പോട്ടിൽ ആ മസ്ജിദുൽ ഹറാമിൽ കാണാൻ. അലി റളിയല്ലാഹു അൻഹു ചോദിച്ചു, അദ്ദേഹത്തിന് വല്ലാത്ത കൗതുകം തോന്നി. അദ്ദേഹം ചോദിച്ചു, നിങ്ങൾ ഇനിയും പോയില്ല, എത്ര ദിവസമായി, നിങ്ങൾ ഇപ്പോഴും ഇവിടെ തന്നെ ഉണ്ടോ? നിങ്ങൾ ആരെയാണ് അന്വേഷിക്കുന്നത്? എന്താണ് നിങ്ങളുടെ ആവശ്യം? ആ സന്ദർഭത്തിൽ അബൂദർ ഖിഫാരി റളിയല്ലാഹു അൻഹു പറഞ്ഞു, എനിക്കൊരു ആവശ്യമുണ്ട്. ആ ആവശ്യം ഞാൻ നിങ്ങളോട് പറയാം, പക്ഷെ നിങ്ങൾ രഹസ്യമായിട്ട് സൂക്ഷിക്കുമെങ്കിൽ ഞാൻ നിങ്ങളോട് പറയാം, അതെനിക്ക് വാക്ക് തരണം. അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, തീർച്ചയായിട്ടും ഞാൻ സൂക്ഷിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തെ എത്തിക്കുന്ന രൂപം നിങ്ങൾ ചിന്തിച്ചു നോക്കുക. അലി റളിയല്ലാഹു അൻഹു അബൂദർ ഖിഫാർ റളിയല്ലാഹു അൻഹുവിനോട് കാര്യം പറയാണ്. ആ സന്ദർഭത്തിൽ അബൂദർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാനിവിടെ വന്നത് യഥാർത്ഥത്തിൽ ഇവിടെ നബിയാണെന്ന് വാദിച്ചുകൊണ്ട്, റസൂലുള്ളാഹിയാണെന്ന് വാദിച്ചുകൊണ്ട് ഒരാൾ വന്നിട്ടില്ലേ, അയാളെ അന്വേഷിച്ചിട്ടാണ് ഞാൻ വന്നത്. ഞാൻ മുമ്പ് എന്റെ സഹോദരനെ അയച്ചു, പക്ഷേ സഹോദരൻ തന്ന മറുപടിയിൽ എനിക്കത്ര തൃപ്തിയായിട്ടില്ല. അപ്പൊ അതുകൊണ്ട് നേരിട്ട് വന്ന് അന്വേഷിക്കാമെന്ന് കരുതിയിട്ട് ഞാൻ വന്നതാണ്. ഉടനെ തന്നെ അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഓ, അതിന് പറ്റിയ ആളെ കയ്യിൽ തന്നെയാണ് നിങ്ങൾ വന്നു പെട്ടിട്ടുള്ളത്. സുബ്ഹാനല്ലാഹ്. അലി റളിയല്ലാഹു അൻഹു ആ സന്ദർഭത്തിൽ നമുക്ക് ആദ്യത്തിൽ ഇസ്ലാം സ്വീകരിച്ച ആളുകളുടെ കൂട്ടത്തിലുള്ള വ്യക്തി അലി ഇബ്നു അബീ ത്വാലിബ്. അത് മാത്രം റസൂലുള്ളാഹിന്റെ വീട്ടിലാണ് അലി റളിയല്ലാഹു അൻഹു ആ സന്ദർഭത്തിലുള്ളത്. സുബ്ഹാനല്ലാഹ്. അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിങ്ങൾക്ക് റസൂലുള്ളാഹിനെ കാണെങ്കിൽ എന്റെ കൂടെ വരെ, പക്ഷെ ഒരു കാര്യമുണ്ട്, നമ്മൾ പോകുന്നത് ഒരാളും അറിയാത്ത രൂപത്തിലാകണം നമ്മൾ പോകുന്നത്. ആരെങ്കിലും നമ്മളെ കാണുകയാണെങ്കിൽ ഞാൻ ചെരുപ്പ് നന്നാക്കുന്നത് പോലെ ഞാനിങ്ങനെ ഭവിക്കും. അതായത് ചെരുപ്പ് നന്നാക്കുന്നത് പോലെ ഞാൻ അഭിനയിക്കും. ആ സന്ദർഭത്തിൽ നിങ്ങൾ പിറകിൽ നിന്ന് എന്നെ അറിയാത്ത പോലെ നിങ്ങൾ മുന്നോട്ട് നടക്കണം. അതായത് ഞാൻ പറഞ്ഞു, മക്കയിൽ അത്രയേറെ കഠിനമായിട്ടുള്ളൊരു സാഹചര്യത്തിലൂടെയാണ് മുസ്ലിങ്ങൾ ആ സന്ദർഭത്തിൽ ജീവിക്കുന്നത്. അപ്പൊ പറഞ്ഞത് പ്രകാരം അവർ നടന്ന് ആരും കാണാതെ തന്നെ അവര് ദാറുൽ അർക്കമിലെത്തുകയാണ്. ദാറുൽ അർക്കമെല്ലാം നേരത്തെ നമ്മൾ പറഞ്ഞതാണ്. അവിടെ വെച്ചുകൊണ്ട് അബൂദർ ഖിഫാർ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടു, സംസാരിച്ചു. റസൂലുള്ളാഹി ഇസ്ലാമിന്റെ ആദർശം പറഞ്ഞു കൊടുത്തു. ഉടനെ തന്നെ അദ്ദേഹം സ്വീകരിച്ചു എന്നുള്ള അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്. ആ സന്ദർഭത്തിൽ റസൂലുള്ളാഹി പറഞ്ഞു, യാ അബൂദർ ഉക്തും ഹാദൽ അംർ, ഓ അബൂദർ, നിങ്ങളിത് രഹസ്യമായിട്ട് സൂക്ഷിക്കുക. വർജി ഇലാ ബലതിക്, നിങ്ങൾ നിങ്ങളുടെ നാട്ടിലേക്ക് തിരിച്ചു പോവുക. അതാണ് റസൂലുള്ളാഹി പറഞ്ഞത്. ഈ ഒരു സന്ദർഭത്തിൽ നിങ്ങൾ രഹസ്യമായിട്ട് നിങ്ങൾ സൂക്ഷിക്കുക, നിങ്ങളുടെ നാട്ടിലേക്ക് നിങ്ങൾ തിരിച്ചു പോകുക. അതിനുശേഷം ഞങ്ങൾ വിജയിച്ചു എന്നുള്ള വിവരം കേട്ടാൽ നിങ്ങൾ തിരിച്ചു വരിക. സുബ്ഹാനല്ലാഹ്. റസൂലുള്ളാഹിന്റെ ഒരു പ്രവചനം കൂടിയാണ്. ഞങ്ങൾ വിജയിച്ചു എന്ന് ഒരിക്കലും നിങ്ങൾ വാർത്ത കേൾക്കും, ആ സന്ദർഭത്തിൽ നിങ്ങൾ തിരിച്ചു വരിക. അപ്പൊ ഇത് വിജയിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അത്രയും ഉത്തമ ബോധ്യം ഉണ്ടായിരുന്നു. സുബ്ഹാനല്ലാഹ്. അബൂദർ റളിയല്ലാഹു അൻഹു അദ്ദേഹം ഒരു പ്രത്യേക ക്യാരക്ടറാണ്. അദ്ദേഹത്തിന്റെ സീറ നിങ്ങൾ പഠിച്ചു നോക്കുക. ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം പറഞ്ഞ സന്ദർഭത്തിൽ വിശദമായിട്ട് ഞാനത് സൂചിപ്പിച്ചതാണ്.
അദ്ദേഹത്തിന് ആ സത്യം സ്വീകരിച്ച ആവേശം അദ്ദേഹത്തിന് അടക്കി വെക്കാൻ സാധിക്കാതെ അദ്ദേഹം ഉടനെ തന്നെ മസ്ജിദുൽ ഹറാമിൽ ആ ഹറമിലേക്ക് പോയിട്ട് അവിടെ ഖുറൈശികളെല്ലാം ഒരുമിച്ച് കൂടിയ ആ നട്ടുച്ച നേരത്ത്, അതായത് സന്ധ്യാസമയത്ത് ഖുറൈശികളെല്ലാം ഒരുമിച്ച് കൂടിയ സന്ദർഭത്തിൽ അദ്ദേഹം ഉറക്കെ അവിടെ വന്നുകൊണ്ട് ഉറക്കെ തന്നെ അലാ സൗത്തിഹി, അദ്ദേഹം ഉറക്കെ അദ്ദേഹത്തിന്റെ ആ വിശ്വാസം അവിടെ പ്രഖ്യാപിച്ച് വിളിച്ചു പറയാണ്. അത് കേട്ട ഉടനെ തന്നെ ഖുറൈശികൾ ഒന്നടങ്കം അദ്ദേഹത്തിന്റെ മേലേക്ക് ചാടി വീഴാണ്. അവർക്കത് സഹിക്കാൻ കഴിഞ്ഞില്ല. കാരണം മറ്റൊരു നാട്ടുകാരൻ വന്നിട്ട് അവരെ വെല്ലുവിളിക്കാൻ, ശക്തമായിട്ട് അദ്ദേഹത്തെ മർദ്ദിക്കാൻ തുടങ്ങി. അവസാനം അദ്ദേഹത്തെ അവര് അടിച്ച് കൊല്ലാനിരിക്കുന്ന സന്ദർഭത്തിൽ വിവരം അറിഞ്ഞ അബ്ബാസ് റളിയല്ലാഹു അൻഹു ഓടിയെത്തി അബൂദർ ഖിഫാർ റളിയല്ലാഹു അൻഹുവിന്റെ മേലെ അദ്ദേഹം കിടന്നു എന്നുള്ളത്. അദ്ദേഹം കമിഴ്ന്ന് കിടന്നുകൊണ്ട് പറഞ്ഞു, വൈലക്കും യാ ഖുറൈശ്, ഖുറൈശികളെ നിങ്ങൾക്ക് നാശം. അലസ്തും തഅലമൂന അന്നഹു മിൻ ഖിഫാർ, ഇദ്ദേഹം ഖിഫാർ ഗോത്രക്കാരനാണെന്ന് നിങ്ങൾക്ക് അറിയില്ലേ? നിങ്ങൾ എന്ത് പണിയാണ് ഈ കാണിക്കുന്നത്? നിങ്ങൾ ഈ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്നത് ഖിഫാർ ഗോത്രക്കാരനായിട്ടുള്ള ഒരു വ്യക്തിയാണെന്ന് നിങ്ങൾക്കറിയില്ലേ? അന്ന ത്വരീഖ തിജാറത്തിക്കും ഇല ഷാം, അതായത് നിങ്ങൾ ആ ഗോത്രക്കാരിരിക്കുന്ന വഴിയിലൂടെയാണ് നിങ്ങളുടെ കച്ചവട സംഘം പോകുന്നത്. അവര് നിങ്ങൾക്ക് പണി തരും. നിങ്ങളുടെ കച്ചവട വസ്തുക്കളെല്ലാം അവർ കൊള്ളയടിക്കും. അതുകൊണ്ട് ഈ ഖിഫാർ ഗോത്രക്കാരോട് നിങ്ങൾ കളിക്കേണ്ടതില്ല. ആ രൂപത്തിൽ പറഞ്ഞ സന്ദർഭത്തിൽ അവര് അദ്ദേഹത്തെ മർദ്ദിക്കുന്നത് അവിടെ വെച്ചുകൊണ്ട് അവസാനിപ്പിച്ചു എന്നുള്ള. അതാണ് അബൂദർ അൽ ഖിഫാരി റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം. അവസാനമായിട്ട് നമ്മൾ പരിശോധിക്കുന്നത് മക്ക ജീവിതത്തിൽ ഏറ്റവും കരളലിയിപ്പിക്കുന്ന ഏതൊരാളെയും കണ്ണീരിലാഴ്ത്തുന്ന ഒരു ചരിത്രം യാസിർ കുടുംബത്തിന്റെ ചരിത്രമാണ്. ഇസ്ലാമിലെ ആദ്യത്തെ രക്തസാക്ഷികൾ, ശുഹദാക്കൾ ആ ഒരു കുടുംബത്തിൽ നമുക്കറിയാം. യാസർ റളിയല്ലാഹു അൻഹു ആണ് പിതാവ്, സുമയ്യ റളിയല്ലാഹു അൻഹ മാതാവാണ്, അതേപോലെ തന്നെ അമ്മാർ ഇബ്നു യാസർ റളിയല്ലാഹു അൻഹു അദ്ദേഹം മകനുമാണ്. അതിക്രൂരമായിട്ടുള്ള മർദ്ദനങ്ങൾക്കാണ് ഈ കുടുംബം ഈ വിശ്വാസം സ്വീകരിച്ചു എന്നുള്ളതിന്റെ പേരിൽ മാത്രം ക്രൂരമായിട്ട് ആ കുടുംബത്തെ മുഴുവനും ഖുറൈശികൾ മർദ്ദിച്ചു എന്നുള്ളതാണ്. മരുഭൂമിയിൽ തീക്കനൽ പോലെ പൊള്ളുന്ന ആ വെയിലിൽ അവരെ മുഴുവനും വിവസ്ത്രരാക്കിക്കൊണ്ട് കിടത്തി അവരെ മേലെ ചാട്ടവാറ് കൊണ്ട് അടിച്ചു. പക്ഷേ ഉപദ്രവങ്ങൾ ഏറ്റുവാങ്ങുന്ന സന്ദർഭത്തിലും അവര് ഒരു ഇഞ്ച് വിശ്വാസം വിട്ടുവീഴ്ച ചെയ്യാൻ അവർ സന്നദ്ധായാൽ അവര് ആ മർദ്ദനങ്ങൾ അവർ ഏറ്റുവാങ്ങി എന്നുള്ളത്. പല സന്ദർഭത്തിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നടന്നു പോകുന്ന സന്ദർഭത്തിൽ ആ ഒരു കാഴ്ച, വേദനിപ്പിക്കുന്ന കാഴ്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടു. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നും ചെയ്യാൻ സാധ്യമല്ല. റസൂലുള്ള വാക്കുകളാൽ അവർക്ക് ആശ്വാസം നൽകി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുബ്രൻ യാ ആല യാസിർ ഫഇന്ന മൗഇദകുമുൽ ജന്ന, ഓ യാസിർ കുടുംബമേ നിങ്ങൾ ക്ഷമിക്കുക, നിങ്ങൾക്ക് തീർച്ചയായിട്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ വാഗ്ദാനം, ആ സ്വർഗം നിങ്ങൾക്ക് പ്രതിഫലമായിട്ടുണ്ടെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വാക്കുകളിലൂടെ അവരെ ആശ്വസിപ്പിച്ചു എന്നുള്ള. ആ കുടുംബനാഥനായിരുന്ന ആ പിതാവ് യാസർ റളിയല്ലാഹു അൻഹുവിനെ അവർ അതിക്രൂരായിട്ട് വധിച്ചു. ആ വധം ആ കുടുംബത്തിലുള്ള മറ്റുള്ള അംഗങ്ങളെ മുന്നിൽ വെച്ചിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നത്. ചിന്തിച്ചു നോക്കുക. ഭർത്താവിനെ അതിക്രൂരമായിട്ട് വധിക്കുന്ന ആ കാഴ്ച കണ്ടിട്ടും സുമയ്യ റളിയല്ലാഹു അൻഹ അവർ പതറിയില്ല. അവരുടെ ഈമാൻ വർദ്ധിക്കുക മാത്രമേ ചെയ്തുള്ളൂ. അവര് ആ സന്ദർഭത്തിലും അതായത് വിട്ടുവീഴ്ചയ്ക്ക് സന്നദ്ധായില്ല എന്നുള്ള. അവസാനം അബൂജഹലിനോട് അവർ കയർത്ത് സംസാരിക്കുക വരെ ചെയ്തു എന്നുള്ള. ഇപ്പോൾ ഒരു അടിമ ഇത്രയും വലിയൊരു ഖുറൈശി പ്രമാണിയോട് കയർത്ത് സംസാരിക്കുക എന്നുള്ളത് അവർക്ക് സങ്കല്പിക്കാൻ പോലും സാധ്യമല്ലാത്ത കാര്യമാണ്. ആ സന്ദർഭത്തിലാണ് അബൂജഹൽ ലഅനഹുല്ലാ അദ്ദേഹം ആ പഴുപ്പിച്ച കുന്തം അടിവയറ്റിലൂടെ, നഊദു ബില്ലാഹ്, സുമയ്യ റളിയല്ലാഹു അൻഹയുടെ അടിവയറ്റിലൂടെ കയറ്റി അവരെ അവിടെ വെച്ചുകൊണ്ട് വധിച്ചു എന്നുള്ളതാണ്. ഉമ്മയെയും ഉപ്പയെയും കൺമുമ്പിൽ വെച്ച് ക്രൂരമായി വധിക്കുന്നത് ആ മകന് അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു അൻഹു അവിടെ വെച്ചുകൊണ്ട് കാണാണ്. ചിന്തിച്ചു നോക്കുക മകന്റെ വേദന. എന്താണ് അവർ ചെയ്ത തെറ്റ്? ഒരേ ഒരു കാര്യം, അവര് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിച്ചു എന്നുള്ള ഒരൊറ്റ തെറ്റ് മാത്രമേ അവർ ചെയ്തുള്ളൂ. മാതാവിനെയും പിതാവിനെയും വധിച്ചതിന് ശേഷം അവര് പിന്നീട് അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു അൻഹുവിന്റെ നേരെ അവർ തിരിയുകയാണ്. 15-16 വയസ്സ് മാത്രമാണ് ആ സന്ദർഭത്തിൽ പ്രായം. മാതാവും പിതാവും കൺമുമ്പിൽ വെച്ച് ഇതേ രൂപത്തിൽ ക്രൂരമായിട്ടുള്ള വധിച്ചതിന് ആ മകന് സാക്ഷിയാണ്. അതിന് പുറമെ പിന്നീട് മകന്റെ നേരെ അവര് ചാട്ടവാറെടുത്ത് അടിക്കുന്നു, അതേപോലെ തന്നെ മകന്റെ മേലെ തീ വെച്ച് പൊള്ളിച്ച്, അതേപോലെ തന്നെ വെള്ളത്തിൽ മുക്കി, ഇതേ രൂപത്തിലുള്ള നിരവധി ക്രൂരമായിട്ടുള്ള രീതികളിലൂടെ മകനെയും അവർ ശിക്ഷിച്ച് അവസാനം അബോധാവസ്ഥയിൽ അദ്ദേഹം ബോധമില്ലാത്തൊരവസ്ഥയിൽ അദ്ദേഹം അവരാവശ്യപ്പെടുന്ന രൂപത്തിൽ നാവുകൊണ്ട് ഉരുവിടാൻ അദ്ദേഹം സന്നദ്ധാവാൻ ഗതിയില്ലാതെ വന്ന സന്ദർഭത്തിൽ അവർ അദ്ദേഹത്തെ അവിടെ ഉപേക്ഷിച്ച് പോവാണ്. പിന്നീട് ബോധം വന്ന സന്ദർഭത്തിൽ സ്വബോധം വീണ് കിട്ടിയ ഉടനെ തന്നെ അദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് അദ്ദേഹം ഓടാൻ, ദാറുൽ അർഖമിലേക്ക് റസൂലുള്ളാഹിനെ അന്വേഷിച്ച് ഓടാൻ.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്തെത്തിയതിനു ശേഷം ഓടിച്ചെന്ന് അദ്ദേഹം കരഞ്ഞുകൊണ്ട് പറഞ്ഞ് തന്റെ മാതാപിതാക്കളെ കൺമുമ്പ് വെച്ച് വധിച്ച അതിനേക്കാൾ അദ്ദേഹത്തെ അലട്ടിയ കാര്യം ആ ശത്രുക്കളുടെ ക്രൂരമർദ്ദനമേറ്റ സന്ദർഭത്തിൽ അവരാവശ്യപ്പെട്ടത് പ്രകാരം ആ കുഫറിന്റെ വചനങ്ങൾ നാവുകൊണ്ട് ഉരുവിട്ടതായിരുന്നു അദ്ദേഹത്തെ ഏറ്റവും വേദനിപ്പിച്ച കാര്യം. കരഞ്ഞുകൊണ്ട് അമ്മാർ ബിൻ യാസിർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, യാ റസൂലുള്ളാഹ്, പീഡനം സഹിക്കാൻ കഴിയാതെ വന്ന സന്ദർഭത്തിൽ അങ്ങയെപ്പറ്റി ഞാൻ ഒരല്പം ദുഷിച്ച കാര്യങ്ങൾ പറഞ്ഞുപോയി. അതേപോലെ തന്നെ അവരുടെ ദൈവങ്ങളെ സംബന്ധിച്ച് ഞാൻ ചില കാര്യങ്ങൾ നല്ലത് പറഞ്ഞുപോയി. ഗതിയില്ലാതെ സഹി കെട്ടുകൊണ്ട് ഞാൻ പറഞ്ഞു പോയതാണ് പ്രവാചകരെ. ആ സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കൈഫ തജിദു ഖൽബുക്, നിന്റെ ഹൃദയം എന്ത് പറയുന്നു? നീ പറഞ്ഞ ആ ഒരു കാര്യത്തെക്കുറിച്ച് നിന്റെ ഹൃദയം എന്ത് പറയുന്നു? ആ സന്ദർഭത്തിൽ അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഓ റസൂലേ, മുത്മഇന്നൻ ബിൽ ഈമാൻ, ഹൃദയം ഈ സന്ദർഭത്തിലും സത്യവിശ്വാസത്തിൽ അടിയുറച്ച് നിൽക്കുന്നുണ്ട്. ഹൃദയത്തിൽ യാതൊരു ചാഞ്ചല്യവും വന്നിട്ടില്ല. നാവ് കൊണ്ട് ഞാൻ ആ സന്ദർഭത്തെ, ആ ശിക്ഷയിൽ, അവരുടെ ആ ക്രൂരമർദ്ദനത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി കേവലം ഉരുവിടുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. ആ സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇൻ ആദു ഫഉദ്, അതായത് ഇനിയും അവർ നിന്നെ മർദ്ദിക്കുകയാണെങ്കിൽ ഇതേ രൂപത്തിൽ പറഞ്ഞോളൂ, യാതൊരു പ്രശ്നവുമില്ല. കാരണം ഞാൻ നേരത്തെ പറഞ്ഞു, അല്ലാഹു സുബ്ഹാനഹു വ തആല നോക്കുന്നത് ഹൃദയത്തിലേക്കാണ്. ഹൃദയത്തിൽ വിശ്വാസം നിലനിർത്തിക്കൊണ്ട് താങ്കൾക്ക് ഇനിയും അതേ രൂപത്തിൽ അവർ മർദ്ദിക്കുന്ന സന്ദർഭത്തിൽ ഉരുവിടാവുന്നതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ രൂപത്തിൽ പറയാൻ. ആ സന്ദർഭത്തിലാണ് സൂറത്തു നഹ്ലിന്റെ 106-ാമത്തെ വചനം ആ സന്ദർഭത്തിൽ അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു അൻഹുമായിട്ട് ബന്ധപ്പെട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ചത്. ഞാൻ ഈ പ്രഭാഷണത്തിന്റെ തുടക്കത്തിൽ ആയത്ത് ഓതി, മൻ കഫറ ബില്ലാഹി മിൻ ബഅദി ഈമാനിഹി ഇല്ലാ മൻ ഉക്രിഹ വഖൽബുഹു മുത്മഇന്നൻ ബിൽ ഈമാൻ. അതേ പദം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ഹൃദയത്തിൽ വിശ്വാസം സ്വീകരിച്ച് നിർബന്ധപൂർവ്വം ഒരാൾ സത്യനിഷേധം ഉച്ചരിക്കാൻ നിങ്ങളോട് കൽപ്പിച്ചാൽ അത്തരത്തിൽ ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾക്ക് കുഴപ്പമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു ആയത്ത് അമ്മാർ ഇബ്നു യാസിറുമായിട്ട് ബന്ധപ്പെട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിക്കപ്പെട്ടതാണ്. സുബ്ഹാനല്ലാഹ്. അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു അൻഹുവിന്റെ ഈമാനെ വാഴ്ത്തുന്ന നിരവധി ഹദീസുകൾ കാണാൻ സാധിക്കും. ഇൻഷാ അല്ലാഹ് ഹദീസുകളെല്ലാം പിന്നീട് നമ്മൾ മുന്നോട്ടുള്ള ചരിത്രം വിശദീകരിക്കുന്ന സന്ദർഭത്തിൽ പറയാൻ സാധിക്കും. ഒരുപാട് കാലം അദ്ദേഹം ജീവിക്കുന്നുണ്ട്. 93-ാമത്തെ വയസ്സിലാണ് അദ്ദേഹം മരണപ്പെടുന്നത്. ആ മരണം പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നേരത്തെ തന്നെ മുൻകൂട്ടി പ്രവചിച്ചിരുന്നു. തഖ്തുലുഹു അൽഫിഅത്തുൽ ബാഗിയ, ഈ ഹദീസ് അതായത് അലി റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ അലി ബിൻ അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവും മുആവിയ റളിയല്ലാഹു അൻഹുവിനും ഇടയിൽ നടന്ന ആ സിഫീൻ യുദ്ധത്തിലാണ് അമ്മാർ ബിൻ യാസിർ റളിയല്ലാഹു അൻഹു മരണപ്പെടുന്നത്. മരണപ്പെട്ട സന്ദർഭത്തിൽ ഈ ഹദീസ് ഏറ്റവും കൂടുതൽ ചർച്ചയായിട്ട് മാറുന്നത്. അതെല്ലാം ഇൻഷാ അല്ലാഹ് പിന്നീട് അലി റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം വിശദീകരിക്കുന്ന സന്ദർഭത്തിൽ നമുക്ക് മറ്റു പല സന്ദർഭങ്ങളിൽ വിശദീകരിക്കാവുന്നതാണ്. ഈ രൂപത്തിലായിരുന്നു അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം. അതേപോലെ തന്നെ അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു അൻഹുവിനോടൊപ്പം തന്നെ കാണപ്പെടുന്ന മറ്റൊരു വ്യക്തിയാണ് സുഹൈബുർ റൂമി റളിയല്ലാഹു അൻഹു. സുഹൈബുർ റൂമി റളിയല്ലാഹു അൻഹു, റൂമി എന്നുള്ളത് റോമക്കാരൻ എന്നുള്ള അർത്ഥത്തിലാണ്. പക്ഷേ ഒരു കാര്യം, അദ്ദേഹം ഒരിക്കലും റോമക്കാരനായിരുന്നില്ല, അദ്ദേഹം അറബിയായിരുന്നു. അദ്ദേഹത്തിന്റെ ചരിത്രം വളരെ ചെറിയ പ്രായത്തിൽ മാതാപിതാക്കൾ സമ്പന്നനായിരുന്നു. മാതാവ് പല സന്ദർഭത്തിലും കുട്ടിയും എടുത്ത് നിരവധി സ്ഥലത്തേക്ക് വിനോദയാത്രകൾ പോകാറുണ്ടായിരുന്നു. അതേ രൂപത്തിൽ ഒരിക്കൽ ഇറാഖിലേക്ക് അവരൊരു യാത്ര പോയ സന്ദർഭത്തിൽ അവിടെ വെച്ചുകൊണ്ട് റോമൻ സംഘം ഈ കുട്ടിയെ തട്ടിക്കൊണ്ടുപോവാൻ, മാതാവിന്റെ കൈകളിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയി അവർ റോമിലേക്ക് കൊണ്ടുപോയി. അവിടെ റോമയിൽ അടിമച്ചന്തയിൽ ആ കുട്ടിയെ വിൽക്കാൻ, അടിമച്ചന്തയിൽ നിന്നൊരു വ്യക്തി വാങ്ങി. യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ എല്ലാം സമാനമായിട്ടുള്ള കഥ. പിന്നീട് റോമയിലുള്ള മറ്റൊരാളുടെ വീട്ടിലാണ് അദ്ദേഹം വളരുന്നത്. അവിടെയായിരുന്നു ബാല്യവും കൗമാരെല്ലാം. അവിടെ വെച്ചുകൊണ്ട് ആ റോമൻ ഭാഷ പഠിച്ചു. കാലങ്ങൾ കഴിഞ്ഞ സന്ദർഭത്തിൽ അദ്ദേഹം സ്വന്തം ഭാഷയും മറ്റും മറന്നു. പക്ഷേ അദ്ദേഹത്തിന്റെ നാടിനെ അദ്ദേഹം മറന്നിട്ടുണ്ടായിരുന്നില്ല. ഒരിക്കലെങ്കിലും രക്ഷപ്പെട്ട് തന്റെ നാട്ടിലേക്ക് തിരിച്ചെത്തണം എന്നുള്ള അതിയായ ആഗ്രഹം ആ സന്ദർഭത്തിലുടനീളം അദ്ദേഹത്തിന് മനസ്സിലുണ്ടായിരുന്നു. അങ്ങനെ അവസാനം അദ്ദേഹം രക്ഷപ്പെട്ട് അറേബ്യയിലേക്ക് തിരിച്ചു വരാൻ. അറേബ്യയിലേക്ക് തിരിച്ചു എത്തിയ സന്ദർഭത്തിൽ അറബി ഭാഷ അദ്ദേഹത്തിന് നന്നായിട്ട് സംസാരിക്കാൻ അറിയില്ല. ഭാഷ സ്ഫുടതയില്ലാതെയാണ് സംസാരിക്കുന്നത്. കാരണം നമുക്കറിയാം ആ കാലഘട്ടത്തിൽ അവരെ സംബന്ധിച്ചിടത്തോളം എല്ലാം ഭാഷയായിരുന്നു. അപ്പൊ മറ്റുള്ള ആളുകളിൽ നിന്നും വ്യത്യസ്തമായിട്ട് അറബി ഭാഷ ഫ്ലുവന്റ് ആയിട്ട് സംസാരിക്കാൻ കഴിയാത്ത വ്യക്തി, അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ ചുവന്ന മുടിയായിരുന്നു. അതെല്ലാം കണ്ടവര് സുഹൈബ് അർ റൂമി, റോമക്കാരനായിട്ടുള്ള സുഹൈബ് എന്നവർ വിളിച്ചു എന്നുള്ളതാണ്. അങ്ങനെ അവിടെ വെച്ചുകൊണ്ട് അദ്ദേഹം ഖുറൈശി നേതാവായിരുന്ന അബ്ദുല്ലാഹ് ഇബ്നു ജുദ്ആൻ എന്നറിയപ്പെടുന്ന വ്യക്തിയോടൊപ്പം ചേർന്ന് അദ്ദേഹം ആരംഭിച്ചു. ആ ബിസിനസ്സിലൂടെ അദ്ദേഹം ധനികനായിട്ട് മാറി. ആ സന്ദർഭത്തിൽ റസൂലുള്ളാഹിന്റെ ആദർശം കേട്ട് ഇസ്ലാം സ്വീകരിച്ച് ദാറുൽ അർഖമിൽ പോയിട്ട് അദ്ദേഹം രഹസ്യമായിട്ട് ഇസ്ലാം സ്വീകരിച്ചു. ഈ 3 ആളുകൾ, അതായത് സുഹൈബ് റൂമി, അമ്മാർ ഇബ്നു യാസിർ, അതേപോലെ തന്നെ മിഖ്ദാദ് ബിലാൽ റളിയല്ലാഹു അൻഹു, ഇവരെല്ലാം അടുത്ത കൂട്ടുകാർ കൂടെയായിരുന്നു. അടുത്ത കൂട്ടുകാരെ ഏത് സന്ദർഭത്തിൽ അവരെ ഒരുമിച്ചായിരുന്നു കാണാറുള്ളത് എന്നുള്ള. സുബ്ഹാനല്ലാഹ്. നിരവധി മർദ്ദനങ്ങൾ ഇസ്ലാം സ്വീകരിച്ചതിന് ശേഷം അദ്ദേഹം ഏറ്റുവാങ്ങേണ്ടി വന്നു. അവസാനം ഹിജ്റ പോകുന്ന സന്ദർഭത്തിൽ
താൻ അതുവരെ സമ്പാദിച്ച മുഴുവൻ സമ്പാദ്യങ്ങൾ അവിടെ ഉപേക്ഷിച്ചുകൊണ്ടാണ് അദ്ദേഹം പോകുന്നത്. ഇൻഷാ അല്ലാഹ് അത് ഹിജ്റയുമായിട്ട് ബന്ധപ്പെട്ട സന്ദർഭത്തിൽ നമുക്ക് പിന്നീട് വിശദീകരിക്കാവുന്നതാണ്. ഈ രൂപത്തിലുള്ള നിരവധി കഠിനമായിട്ടുള്ള മർദ്ദനങ്ങൾ അവർ സഹിക്കേണ്ടി വന്നു എന്നുള്ള മറ്റൊരു കാര്യം. സാന്ദർഭികമായിട്ട് നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യം, ഈ പീഡനങ്ങളെല്ലാം അല്ലെങ്കിൽ ഈ മർദ്ദനങ്ങളെല്ലാം ഒരു സുപ്രഭാതത്തിൽ പൊട്ടിമുളച്ചതായിരുന്നില്ല. ചിന്തിച്ചു നോക്കുക. അതാണ് ഞാൻ നേരത്തെ ഞാൻ നിരവധി സ്റ്റെപ്പുകൾ പറഞ്ഞു. ഏഴോളം സ്റ്റേജുകൾക്ക് ശേഷമാണ് അവസാനമായിട്ടാണ് അവർ മർദ്ദനങ്ങളിലേക്ക് പ്രവേശിച്ചത്. ആദ്യമായിട്ട് അവർ ചെയ്തത് ഇല്ലാത്ത കളവുകൾ പ്രചരിപ്പിക്കുക എന്നുള്ളതാണ്. റസൂലുള്ളാഹിനെ കുറിച്ചും ഇസ്ലാമിനെ സംബന്ധിച്ചും ആളുകൾക്കിടയിൽ തെറ്റിദ്ധരിപ്പിക്കുക. അതിനുശേഷം അവർ റസൂലുള്ളാഹിനെ ശക്തമായിട്ട് പരിഹസിക്കുക, കളവാക്കുക, അല്ലെങ്കിൽ ആ പരിഹാസങ്ങൾ സമൂഹത്തിൽ മുഴുവൻ പടച്ചുവിടുക. അതിനുശേഷം അവര് നിരവധി ഇല്ലാത്ത ആരോപണങ്ങൾ റസൂലുള്ളാഹിക്കെതിരെയും അനുയായികൾക്കെതിരെയും അവർ ആരോപിക്കുന്നുണ്ട്. അതായത് ഞങ്ങളുടെ ദൈവങ്ങളെ മുഴുവൻ തള്ളിപ്പറയുന്നു, ഞങ്ങളുടെ പൂർവ്വപിതാക്കന്മാർ മുഴുവൻ നിഷേധികളാണ്, അതേ രൂപത്തിലുള്ള ഇല്ലാത്ത നിരവധി ആരോപണങ്ങൾ പറഞ്ഞ് ആ സമൂഹത്തിൽ പ്രചരിപ്പിക്കുന്നുണ്ട്. അതായത് നിരവധി കാര്യങ്ങൾ അവര് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇതേ രൂപത്തിലുള്ള നിരവധി ആരോപണങ്ങൾ പറഞ്ഞ ആ സമൂഹത്തെ മുഴുവനും റസൂലുള്ളാഹിക്കെതിരെയും അതേപോലെ തന്നെ അവിടെയുള്ള മറ്റുള്ള ആളുകളെയും റസൂലുള്ളാഹിക്കെതിരെ തിരിച്ചുവിടുക. അതാണ് അവർ ചെയ്തത്. ഞാനിത് പ്രത്യേകം പറയാനുള്ള കാരണം, ഇന്നത്തെ ഇസ്ലാമോഫോബിയയുടെ പേരിൽ ലോകത്ത് അരങ്ങേറിക്കൊണ്ടിരിക്കുന്നതും സമാനമായിട്ടുള്ള കാര്യങ്ങളല്ല. നിങ്ങൾ ചിന്തിച്ചു നോക്കുക. ആദ്യത്തിൽ ഇതേ രൂപത്തിൽ ഇസ്ലാമിനെ കുറിച്ച് നിരവധി തെറ്റായിട്ടുള്ള പ്രചരണങ്ങൾ മീഡിയകളിലൂടെ നിരന്തരം അവർ പടർത്തുകയാണ്. ഇപ്പോൾ ഒരു കളവ് 100 തവണ പറഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു 10 ആളെങ്കിലും അത് സത്യമാണെന്ന് വിശ്വസിക്കും. അതേ രൂപത്തിൽ നിരന്തരം ഇസ്ലാം ടെററിസമാണെന്ന് നിരന്തരം പ്രചരിപ്പിക്കുക, അല്ലെങ്കിൽ ഇസ്ലാമിൽ ഇതേ രൂപത്തിൽ സ്ത്രീകൾക്ക് മർദ്ദനാണ്. യഥാർത്ഥത്തിൽ അത്ഭുതം എന്താന്ന് വെച്ചാൽ, ഇപ്പൊ ഖുറൈശികൾ അക്കാലഘട്ടത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കെതിരെ പറഞ്ഞ പ്രധാനപ്പെട്ട ആരോപണങ്ങളിൽ ഒന്ന് കുടുംബ ബന്ധങ്ങളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിച്ഛേദിക്കുന്നു എന്നുള്ള. പക്ഷെ അതേ ഖുറൈശികൾ അവരിലേക്ക് നമ്മൾ പോകുന്ന സന്ദർഭത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞു, അതായത് ഒരു ഒട്ടകത്തിന്റെ പേരിലെല്ലാം ഗോത്രങ്ങൾ തമ്മിൽ 50-100 വർഷങ്ങൾ നീണ്ടു നിൽക്കുന്ന യുദ്ധങ്ങളാണ്. അവർ പരസ്പരം ഭിന്നിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇതേ രൂപത്തിൽ ഭിന്നതയും ഛിദ്രതയുള്ള ആ സമൂഹത്തിലുള്ള ആളുകളാണ് ഞങ്ങളുടെ സമൂഹത്തിൽ ഭിന്നത ഉണ്ടാക്കുന്നെന്ന് റസൂലുള്ളാഹിനെ സംബന്ധിച്ച് ആരോപണം പറയുന്നത്. അതിന്റെ ഉള്ള ഒരു തമാശ നിങ്ങൾ നോക്കുക. സമാനമായിട്ട് ഈ ലോകത്ത് സ്ത്രീകൾക്ക് യാതൊരു സ്വാതന്ത്ര്യവും അനുവദിക്കാതെ സ്ത്രീകളെ വെറും കച്ചവടച്ചരക്കായിട്ട് മാത്രം കാണുന്ന ഈ മുതലാളിത്ത സംസ്കാരത്തിലുള്ള ആളുകളാണ് ഇസ്ലാം സ്ത്രീകളെ അപമാനിക്കുന്നെന്ന് പറയുന്ന അതിലുള്ളൊരു തമാശ. സമാനമായിട്ടുള്ള ആരോപണങ്ങളാണ് ചരിത്രത്തിൽ ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നത്. ഇതേ രൂപത്തിൽ സമൂഹത്തിൽ നിരന്തരം തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ആ സമൂഹത്തെ മുഴുവനും ഇസ്ലാമിനെതിരായിട്ട് തീർക്കുക. അതാണ് ഇസ്ലാമിക ചരിത്രത്തിൽ അവിടെയും നമ്മൾ കാണുന്നതാണ്. സമാനമായിട്ടുള്ള ചരിത്രമാണ്. നമുക്കറിയാം, ഏറ്റവും കൂടുതൽ കാലഘട്ടത്തും പരസ്പരം തമ്മിലടിച്ച ഖുറൈശികൾ ആദ്യമായിട്ട് അവർ ഒന്നിക്കുന്നത് ഇസ്ലാമിനെതിരെ അവർ പോരാടാൻ വേണ്ടിയിട്ടാണ്. അഹ്സാബ് യുദ്ധത്തിന്റെ ചരിത്രം ഇൻഷാ അല്ലാഹ് പിന്നീട് നമ്മൾ പറയും. അഹ്സാബ് യുദ്ധത്തിൽ ആദ്യമായിട്ട് മക്കയിലുണ്ടായിരുന്ന മുഴുവൻ അറബുകളും ഒന്നിക്കാണ് റസൂലുള്ളാഹിക്കെതിരെ. ഏതുപോലെ എന്ന് വെച്ചാൽ, ഈ ഒരു ഇന്നത്തെ ലോകത്ത് നമ്മൾ പരിശോധിക്കുന്ന സന്ദർഭത്തിൽ സമാനമായിട്ടുള്ള സാഹചര്യമാണ്. എത്ര ശത്രുവും അവരുടെ പരസ്പരം ശത്രുത മറന്ന് മുസ്ലിങ്ങൾക്കെതിരെ പരസ്പരം ഒന്നിക്കുന്ന വളരെ വിചിത്രമായിട്ടൊരു കാഴ്ചയാണ് നമ്മൾ കാണേണ്ടി വരുന്നത്. ഇല്ലാത്ത ആരോപണങ്ങൾ വഴി സമൂഹത്തെ മുഴുവൻ അവർ തെറ്റിദ്ധരിപ്പിക്കുന്നു. ഇതെല്ലാം പുതിയതല്ല, മറിച്ച് കേവലം ഇതെല്ലാം ആവർത്തിക്കപ്പെടുക മാത്രമാണ്. ചരിത്രം ആവർത്തിക്കപ്പെടുക മാത്രമാണ് ചെയ്യുന്നത്. അപ്പൊ ഈ സന്ദർഭത്തിൽ ഉടനീളം വിശ്വാസികളായിട്ടുള്ള നമുക്കുള്ള മാതൃക, ഈ ത്യാഗസന്നദ്ധതക്കിടയിലും വിശ്വാസത്തെ മുറുകെ പിടിച്ച ഈ സ്വഹാബികളുടെ ചരിത്രം, അതിനു വേണ്ടിയിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയത്. വിശ്വാസത്തിൽ ഒരു വിട്ടുവീഴ്ചക്കും സന്നദ്ധാകാതെ ഈ ഇസ്ലാമിനെ മുറുകെ പിടിക്കാനുള്ള ആ സാഹചര്യം. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ബദഅൽ ഇസ്ലാമു ഖരീബ, അതായത് ഇസ്ലാം ഏത് രൂപത്തിലാണോ ആരംഭിച്ചത് അതേ രൂപത്തിൽ അവസാനിക്കും എന്നുള്ളതാണ്. തീക്കനൽ നിങ്ങളുടെ കയ്യിൽ പിടിക്കുന്നത് പോലെ സമാനമായിട്ടുള്ള സാഹചര്യം അവസാന നാളിൽ സംജാതാകും. ആ സാഹചര്യത്തിലാണോ നമ്മളെല്ലാം ജീവിക്കുന്നതെന്ന് ഒരു വേള നമ്മൾ സംശയിച്ചു പോവുകയാണ്. അത്രയേറെ ഇസ്ലാം ലോകത്ത് ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വഹാബത്ത് അവർ കാണിച്ചു തന്ന ആ പാതയിൽ അടിയുറച്ചു നിൽക്കാൻ, ആ വിശ്വാസം മുറുകെ പിടിക്കാനുള്ള സൗഭാഗ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഉമ്മത്തിന് നൽകുമാറാകട്ടെ. അല്ലാഹുമ്മ ആമീൻ. ഈ രൂപത്തിലുള്ള പീഡനങ്ങൾ അവർ തുടർന്നുകൊണ്ടേയിരുന്ന, ശക്തമായിട്ടുള്ള പീഡനങ്ങളുടെ തീവ്രത വർദ്ധിച്ച സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് ആ നാട്ടിൽ നിന്നും മറ്റൊരു നാട്ടിലേക്ക് ഹിജ്റ പോകാനുള്ള അവസരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ അവർക്ക് നൽകുകയാണ്. അതായത് ഇത്രയേറെ സഹിക്കുന്നതിനേക്കാൾ ഭേദം മറ്റേതെങ്കിലും മുസ്ലിങ്ങൾക്ക് അനുകൂലികളായിട്ടുള്ള ഏതെങ്കിലും ഒരു നാടുണ്ടെങ്കിൽ അവിടെ പോയി സ്വസ്ഥമായിട്ട് ജീവിക്കാൻ, അവിടെയുള്ള ഈ പീഡനങ്ങൾ ഏറ്റുവാങ്ങുന്ന മുസ്ലിങ്ങളോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ഇസ്ലാമിലെ ആദ്യത്തെ ഹിജ്റ അവിടെ അരങ്ങേറുകയാണ്. അബസീനിയയിലേക്കുള്ള ആദ്യത്തെ ഹിജ്റ.
എന്തായിരുന്നു ഹിജ്റ, എങ്ങനെയായിരുന്നു ഹിജ്റ, എന്തായിരുന്നു അവിടെ നടന്നത്, ഇൻഷാ അല്ലാഹ് അതെല്ലാം വളരെ വിശദമായിട്ട് അടുത്ത ഭാഗത്ത് നമ്മൾ വിശദീകരിക്കുന്നതാണ്. ഇത് സ്ഥിരമായിട്ട് കേൾക്കുന്ന ഒരാളോട് ഇൻഷാ അല്ലാഹ് ഹജ്ജിനുള്ള യാത്രയായതുകൊണ്ട് തന്നെ 1, 2, 3 ആഴ്ച ഈ സീറ ക്ലാസ്സുകൾ താൽക്കാലികമായിട്ട് നമ്മൾ നിർത്തിവെക്കുന്നതാണ്. പല ആളുകളും ചോദിക്കാറുണ്ട് ഒരാഴ്ച കണ്ടിട്ടില്ലെങ്കിൽ. അതുകൊണ്ടാണ് മുൻകൂട്ടി പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല മബ്റൂറും മഖ്ബൂലായിട്ടുള്ള ഹജ്ജ് നിർവഹിക്കാനും അതേപോലെ തന്നെ പാപങ്ങളെല്ലാം പൊറുക്കപ്പെട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് തിരിച്ചെത്താനുള്ള സൗഭാഗ്യം അല്ലാഹു നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ആമീൻ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. السلام عليكم ورحمة الله.